അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസീകും വഇയ്യായ അവ്വലൻ ബിതഖ്വല്ലാഹ്. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. إنا أنزلناه في ليلة مباركة إنا كنا منذرين. ബഹുമാന്യരായ സഹോദരങ്ങൾ, സത്യവിശ്വാസികളെ, ഒട്ടനേകം ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ശാരീരികമായ അവശതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആശുപത്രികളിലും വീടുകളിലുമൊക്കെ മനമൊരുകി കഴിയുന്ന ഒട്ടനേകം ആളുകളുണ്ട്. റമദാൻ വരുമ്പോൾ ആദിയോടെ വ്യാധിയോടെ എല്ലാവരും നോമ്പെടുക്കുമ്പോൾ നോമ്പെടുക്കാൻ കഴിയാതെ പോകുന്ന രോഗികളുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ഏറ്റവും ചുരുക്കി കാര്യങ്ങളെ ഒന്ന് വ്യക്തമാക്കുക, ഓർമ്മപ്പെടുത്തുക. പുതിയ ഹദീസൊന്നും പറയാനില്ല, പുതിയ ആയത്തുകളൊന്നും നമുക്ക് പറയാനില്ല. പക്ഷെ ഒന്ന് പറയാം, നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. മരണവാർത്തകൾ 25 വയസ്സുകാരൻ്റെയും 35 വയസ്സുകാരൻ്റെയും ഒക്കെ ദുരന്ത മരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പടച്ചു കാണുകയാണ്. ഒരു ദിവസം അരീക്കോട് ഭാഗത്തുനിന്നൊരു സഹോദരൻ വന്നിട്ട്, ഞാൻ ഖുത്ബ പറയുന്ന പള്ളിയിൽ ഖുത്ബ കേൾക്കാൻ അദ്ദേഹം വരാറുണ്ട്. അരീക്കോട് നിന്നാണ് കണ്ണൂർ അദ്ദേഹം വരുന്നത്. ഖുത്ബ കഴിഞ്ഞ് ദിവസം എന്നെ വന്നിട്ട് പറഞ്ഞു, കുടുംബത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് കല്യാണം കഴിക്കണം. അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അദ്ദേഹത്തിനൊരു കുടുംബം താല്പര്യപ്പെട്ടു. ഒരു വീട്ടിൽ വെച്ചുകൊണ്ട് നിക്കാഹ് ചെയ്തു കൊടുത്തു. ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ തൊട്ടടുത്ത ഒരു ദിവസം സ്റ്റേജിൽ വെച്ചുകൊണ്ട് ഒരു പാട്ടുപാടി. മരണത്തിൻ്റെ റൂഹ് പിടിക്കുന്ന രംഗവും ഖബറിലേക്കുള്ള യാത്രയൊക്കെ പറ്റി പാട്ടുപാടി. ഒരാഴ്ച കഴിഞ്ഞിട്ട് മെസ്സേജ് വരികയാണ്, അദ്ദേഹം മരിച്ചു. എന്നിട്ട് ആ പാട്ടും അദ്ദേഹത്തിൻ്റെ മരണവാർത്തയും കൂടി ഒരുമിച്ച് അങ്ങനെ പോസ്റ്റിൻ്റെ മുമ്പിലേക്ക് വന്നു. മരണവും ആയുസ്സൊക്കെ നമ്മളൊന്ന് ചേർത്ത് വെച്ചിട്ട് വേണം ഒരു റമദാനിൻ്റെ മുമ്പിലേക്ക് ഒരുങ്ങാൻ. ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് പെരുന്നാൾക്ക് ഏത് ഡ്രസ്സ് എടുക്കണം, പെരുന്നാൾക്ക് ഏതൊക്കെ എവിടേക്കൊക്കെ പോകണം, ഇതൊക്കെ ഇപ്പം നമ്മളെ സ്വപ്നങ്ങളാണ്. തൊട്ടടുത്ത 4 ദിവസം നമുക്കുണ്ടാകുമോ എന്ന് എന്ത് ധൈര്യമാണ് നമുക്ക് പറയാനുള്ളത്? ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ ഉക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. എല്ലാ വെള്ളിയാഴ്ചയും സുബ്ഹിന്റെ സുന്നത്തിൽ, സുബ്ഹി നമസ്കാരത്തിൽ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട സൂറത്തു സജ്ദ നമ്മളോട് പറയാണ്, നിന്റെ മരണത്തിന്റെ സമയമായാൽ മലക്കുൽ മൗത്ത് നിന്നെ അങ്ങ് ഏറ്റെടുക്കുന്നതാണ്. എന്നിട്ട് റബ്ബിലേക്കൊരു മടക്കം മടങ്ങുന്നതാണ്. നമുക്കൊരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്കും പിന്നീട് ഈ റമദാൻ കഴിയട്ടെ, ഇത്ര വയസ്സല്ലായിട്ടുള്ളൂ, ആ കുട്ടി മരിച്ചാൽ ബാപ്പ എന്തു ചെയ്യും, ആ ബാപ്പ മരിച്ചാൽ ആ മകൻ എന്തു ചെയ്യും, ഇതൊന്നും പിന്നെ ചോദ്യമില്ല. അവധി എത്തിക്കഴിഞ്ഞാൽ വൽതഫത്തിസ്സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. കണങ്കാലുകൾ ഇങ്ങനെ കൂട്ടിപ്പിണയുന്നൊരു രംഗമുണ്ട്. ചുറ്റുവട്ടത്ത് മക്കളുണ്ട്, ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, അറിയാവുന്ന ഡോക്ടർമാരുണ്ട്, നല്ല പണച്ചാക്ക് കൊണ്ടുപോയി കൊടുത്താൽ ചികിത്സിക്കാൻ പറ്റുന്ന ആശുപത്രിയുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. അങ്ങനെ തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ ഒരു ശബ്ദം, ശ്വാസം ഇങ്ങനെ നിലച്ചു പോകുന്നൊരവസ്ഥ വരും. ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്നവർക്ക് നോക്കി നിൽക്കാനേ പറ്റും, തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ, എത്ര ചെറിയ ചെറിയ പ്രായത്തിലുള്ള ആളുകളാണ് നമ്മുടെ മുമ്പിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് ഈ ആയുസ്സാണ് നമ്മുടെ മുമ്പിൽ തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ എനിക്കവിടെ ഒരു അവസരമുണ്ടാകുമോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ അതിനെ ക്രമീകരിക്കാനും വലിയ നല്ല പ്ലാനിങ്ങുകൾ ഉണ്ടാക്കാനും വേണ്ടി നല്ല നീയത്തോടുകൂടെ നമ്മൾ ഒരുങ്ങുക. റമദാനിനെ നന്നായി ഒരുങ്ങാനും റമദാനിനെ ഉപയോഗപ്പെടുത്താനുമുള്ളൊരു നീയത്ത് നമ്മൾ വിചാരിച്ചാൽ തന്നെ വലിയ പ്രതിഫലം നേടാൻ സാധിക്കും. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒന്നാമത്തെ പേജുകളിൽ കാണാം, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ. ആരെങ്കിലും ഒരാൾ എന്തൊരു കർമ്മമാണോ ഉദ്ദേശിക്കുന്നത് ആ നീയത്തിന് അനുസരിച്ച് അവന് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. റമദാൻ ഫുള്ള് നോമ്പെടുക്കണം എന്നാ വിചാരിച്ച് ആരോഗ്യപരമായി സമ്മതിക്കുന്നില്ല, ചില പ്രശ്നം വന്നു, അവന് പ്രതിഫലമുണ്ട്. അവൻ നിയ്യത്ത് വെച്ചിരുന്നു. കൽബ്, ഇമാം നബവി തങ്ങളൊക്കെ പറയുന്നുണ്ട്, അവന്റെ കൽബ് പ്രവർത്തിച്ചിട്ടുണ്ട് നിയ്യത്ത് കൊണ്ട്. നമ്മൾ രോഗിയായി സാധാരണ തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനാണ്, പക്ഷേ രോഗിയായെന്ന് നിസ്കരിക്കാൻ പറ്റിയില്ല. നീ വിഷമിക്കണ്ട, നിന്റെ ആ നീയത്തിന് തന്നെയും പ്രതിഫലമുണ്ട്. അതുകൊണ്ടൊരു നല്ല നീയത്തോടുകൂടെ നമ്മൾ ഇതിനു വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ അവസരങ്ങൾ, തൊട്ടു മുമ്പിലുള്ള ഈ റമദാനിന്റെ മുമ്പുള്ള ദിവസങ്ങളിൽ തന്നെ നമ്മൾ ആലോചിക്കുക. നല്ല കൃത്യമായ തയ്യാറെടുപ്പുകൾ നമുക്ക് ആവശ്യമാണ്. സ്ത്രീകളെ, നമുക്ക് നമ്മുടെ കഴിഞ്ഞ റമദാനുകളിലെ നോറ്റു വീട്ടാനുള്ളതൊക്കെ ശരിക്ക് നോറ്റു വീട്ടിയിട്ടുണ്ടോ? മുദ്ദ് കൊടുക്കേണ്ടുന്ന, കഫാറത്ത് കൊടുക്കേണ്ടുന്നതിന് കൊടുക്കേണ്ട സമയത്ത് അത് വീട്ടിയിട്ടുണ്ടോ പരിശോധിക്കുക. അകാരണമായി നീട്ടിവെച്ചവരാണെങ്കിൽ നോമ്പ് നോറ്റു വീട്ടണം, ഗഫാറത്ത് കൊടുക്കണം. അതൊക്കെ ഒന്ന് ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നിരുന്നാലും ഈ ശഅബാനിലും റജബിലും ഒക്കെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ട് നമുക്ക് ഈ റമദാനിനെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് മുന്നൊരുക്കം തന്നെ ആവശ്യമാണ്. പെട്ടെന്നുള്ള ഒരു നോമ്പിലേക്കുള്ള പോക്ക് നമുക്ക് വേണ്ട. അതിനു മുമ്പേ തന്നെ സുന്നത്തായ നോമ്പുകളൊക്കെ എടുത്ത് നമ്മൾ ശരിയാവണ്ണം ഒരു ഒരുക്കം അതിനാവശ്യമായി വന്നിരിക്കുകയാണ്. അതിനേക്കാൾ ഉപരി ഒരുപാട് നന്മകൾ ചെയ്യണം. ഇതുവരെ ചെയ്യാത്ത ചില രാത്രി നമസ്കാരങ്ങൾ പതിവാക്കണം, ധാരാളം സദഖ ചെയ്യണം, ഒരുപാട് ഖുർആനോദനം, നോമ്പ് കൃത്യമായിട്ട് നോക്കണം. മനസ്സിൽ നീയത്തുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കണം എന്ന മാനസികാവസ്ഥയിൽ ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. ഇതൊക്കെ സ്വീകരിക്കാനാണ് നമ്മൾ പണിയെടുക്കണേ. നമ്മൾ ഹജ്ജിനും ഉംറക്കും പോണതിന്റെ മുമ്പ് എന്ത് പറയും? മഖബൂലും മബ്റൂറുമാകണേ എന്ന് പറയും. അത് എല്ലാത്തിനും ബാധകമാണ്. അത് നോമ്പിനും ബാധക, അത് റമദാനിനും ബാധക. എന്ത്? ഇത് കബൂലാക്കി കിട്ടണേ. അതുകൊണ്ടാണ് ഹജ്ജിനും ഉംറക്കും പോണ ആൾക്കാരെല്ലാവരും ഒന്ന് പോയി സോപ്പിടും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണട്ടോ. ഇതുവരെ മാപ്പറയാത്ത ഭാര്യ വരെ അന്ന് നമ്മളോട് വന്നിട്ട് ഒന്ന് കുണുങ്ങും, നമ്മൾ വന്നിട്ട് ഒന്ന് പൊരുത്തപ്പെടണട്ടോ. എന്തേ? ഹജ്ജ് മഖബൂലും മബ്റൂറും ആകണം. അതേപോലെ തന്നെ നോമ്പ് മഖബൂലും മബ്റൂറും ആകണം. ഇത് സ്വീകരിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കണം. കുടുംബങ്ങളുമായി ഞാൻ ഇടവണ്ണയിൽ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ 5ാം ക്ലാസ് മുതൽ ഈ അങ്ങാടിയിലൂടെ നടന്നൊരു മനുഷ്യൻ എന്ന നിലക്ക് ഈ അങ്ങാടിയിലൂടെ പലപ്പോഴും ഒരുപക്ഷെ നമ്മളൊക്കെ പരസ്പരം കണ്ട മനുഷ്യരായിരിക്കാം. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന് സ്വർഗം കിട്ടണോ അയാൾ മനുഷ്യരുമായും കുടുംബവുമായുള്ള ബന്ധം മുറിക്കാത്തവനാകണം. നല്ല നോമ്പാ, നല്ല ഇത്തികാഫിലാ, അപ്പുറത്തെ അമ്മാഷനോടും അമ്മായിമാരോടും തെറ്റി നടക്കുക. സ്വന്തം പെങ്ങളേത്ത് പോയിട്ട് കൊല്ലങ്ങളായി, സ്വന്തം കുടുംബക്കാരോട് പിണങ്ങി നടക്കുക. കാരണമൊന്നും ഞാൻ ചോദിക്കണില്ല, കാരണം എന്തോ ആവട്ടെ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹാ, അവരുടെ വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന്റെ വിഷമാലോചിച്ച് നോക്കണം. സ്വന്തം മകളെ കുറിച്ച് വിചാര ആരോപണം പ്രചരിപ്പിച്ചു. ആ വ്യക്തികളെ കുറിച്ച് അറിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇനി ഒരു സഹായം അവർക്ക് കൊടുക്കൂല, ഞാൻ ഇനി അവരുമായി ഒരു അടുപ്പവും ഞാൻ സൃഷ്ടിക്കൂല. സ്വന്തം മകളെ കുറിച്ച് വ്യഭിചാരോപണം നടത്തിയ കാരണമുണ്ട്. എന്നിട്ട് അവിടുന്ന് ഖുർആനിലായത്ത് പറഞ്ഞു, അല്ല അബൂബക്കറേ, അല്ലെങ്കിൽ അല്ലയോ വിശ്വാസികളെ, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ നിങ്ങൾ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂ, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കൂ. നമുക്ക് പുറത്തു കിട്ടണോ? നമ്മൾ തൗബ കബൂലാക്കണോ? നമ്മൾ ജനങ്ങളോട് പൊരുത്തപ്പെടിക്കണം. ഈ വിഷയം സംസാരിച്ചപ്പോൾ ഒരു പള്ളിയിൽ മെമ്പർമെന്ന് ഇറങ്ങിയതിന് ശേഷം ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ 25 കൊല്ലം എൻ്റെ ഭാര്യ വീട്ടിൽ പോയിട്ട്, ഭാര്യന് മതി, ഭാര്യന്റെ കുടുംബം വേണ്ട, ഇത് ഇത്ര ഗൗരവമുണ്ട് എന്ന് അറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് പോയി ശരിയാക്കും.
ഇത് ഇനിയും തെളിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയണത്, നോമ്പ് റമദാനൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോ ഇത് നന്നാവാൻ വേണ്ടിയാണെങ്കിൽ ഇത് സാധാരണ പെരുന്നാൾ ഖുതുബയിൽ നമ്മളിതൊക്കെ പറയില്ലേ, അതിൽ കാര്യമില്ല. ഇതതിന്റെ മുമ്പേ നമ്മൾ അമലു സാലിഹാത്തുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന, ഒരാൾ സ്വർഗ്ഗത്തിലെത്തൂല. അയാൾ ആരാണ്? ഖാതിഉ റഹ്മിൻ, കുടുംബ ബന്ധം മുറിച്ചവരാണ്. സംസാരം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, മനസ്സൊരുക്കിയിട്ട് നമ്മളോട് ചോദിക്കണം, എവിടെങ്കിലും വല്ല പ്രശ്നവുമായി കുളത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് വേഗം പോയി ശരിപ്പെടുത്തണം. എന്താ ചെയ്യേണ്ടത്? വേഗം കയറി ചെല്ലുക, സലാം പറയാ, പൊരുത്തപ്പെടുക. ചർച്ചക്കും നിബന്ധനക്കൊന്നും വെക്കാനില്ല. ചിലപ്പോൾ നമ്മൾ പറ്റിച്ചിട്ടുണ്ടാവും, നല്ല വേദനിപ്പിച്ചിട്ടുണ്ടാകും. ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. ഖൈറുഹുമല്ലദീ യബ്ദഉ ബിസ്സലാം, പിണങ്ങി നിൽക്കുന്നവരിൽ ഏറ്റവും നല്ലവൻ ആദ്യമായി സലാം പറഞ്ഞത് വിഷയം ശരിയാക്കുന്നയാളാണ്. നമ്മളാണത്, അത് നമ്മളാണ്. അങ്ങോട്ട് ചെന്ന് കയറി ചെന്ന് സലാം പറഞ്ഞ് ഇതുവരെ കഴിഞ്ഞൊന്നും വിഷയാക്കരുത്, നമ്മൾ തമ്മിൽ റഹ്മത്തായി. ഇത് പറയാനുള്ള മനസ്സ് നമുക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ റമദാൻ, നമ്മുടെ തറാവി എങ്ങനെ കബൂലാക്കും? തലന്റെ മുകളിലേക്ക് അത് പോകുമോ? ലാ യഹില്ലു ലിമുഅ്മിനിൻ, ഒരു മുഅ്മിനിന് അനുവദനീയമല്ല അയഹ്ജുറ അഖാഹു, തന്റെ സഹോദരനോട് പിണങ്ങി നിൽക്കാൻ ഫൗഖ സലാസി ലയാൽ, 3 രാത്രിയിലധികം പിണങ്ങി നിൽക്കാൻ അനുവദനീയമല്ല. 3 കൊല്ലം കഴിഞ്ഞു, 30 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഹദീസ് എന്താ തിരിയാത്തത്? ആള് പള്ളിയിലുണ്ട് ഫുൾ ടൈം, ഇതെന്താ തീരുമാനമാവാത്തത്? അതുകൊണ്ട് ആ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് സ്വർഗത്തിലെത്താൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിലുണ്ട്, അല്ലാഹു തആല ഒരിക്കൽ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട് പറയാണ്, മൻ വസലകി വസൽതുഹു, കുടുംബ ബന്ധമേ, ആര് നിന്നെയും കൂട്ടിച്ചേർത്ത് ബന്ധം സ്ഥാപിക്കുന്നുവോ ഞാൻ അവനുമായി ബന്ധം ചേർക്കും. വമൻ ഖതഅകി, ആര് നീയുമായി ബന്ധം മുറിച്ചുവോ ഖതഅതുഹു, ഞാൻ അവനുമായുള്ള ബന്ധം മുറിക്കും. അല്ലാഹ് നമ്മളേറ്റ് കണക്ഷൻ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും ശരിയായ രൂപത്തിലുള്ള കുടുംബത്തിന്റെ കെട്ടുറപ്പിനും അതോടൊപ്പം നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുവാനുമുള്ള ഒരു നിബന്ധനയായി നമ്മൾ കാണേണ്ടതാണ്. മാതാപിതാക്കളെ വെറുപ്പിച്ചും കഷ്ടപ്പെടുത്തിയും ദുരിതം അനുഭവിപ്പിച്ചും കഴിയുന്നവരാണോ നമ്മുടെ ഇബാദത്ത് പടച്ച റബ്ബ് സ്വീകരിക്കുമോ? അല്ലാഹുവിന്റെ തൃപ്തി എന്ന് പറഞ്ഞ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അവരെ നമ്മൾ പൊരുത്തപ്പെടണം, അവര് നമ്മളെ ഇഷ്ടപ്പെടണം. പിന്നെയല്ലേ നമുക്ക് ഇത്തികാഫ് ആലോചിക്കേണ്ടത്? അവരുടെ പൊരുത്തവും ഇഷ്ടവും നേടാൻ കഴിയണം. അള്ളാന്റെ കോപമുണ്ട്. സഖ്തുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ കോപം മേടിച്ചു വെക്കുന്നവന് അവരെ കൊണ്ട് നല്ല ബന്ധം ഉണ്ടാക്കണം, അവരെ പരിഗണിക്കുന്നവരാകണം, അവർക്ക് കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. അതൊന്നും വിശദീകരിക്കേണ്ട ആൾക്കാരല്ല നമ്മൾ. എത്ര കൊല്ലങ്ങളായി നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായത് നമ്മൾ ജനിച്ചതിന് ശേഷമാണെങ്കിൽ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ സ്വപ്നം കണ്ടവരാണ് ഉമ്മയും ഉപ്പയും. പ്രായമായ എത്രയോ പേർ ഇവിടെ ഇരിക്കുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാതാപിതാക്കൾ മരിച്ച മക്കളെ കുറിച്ച് വെറുതെ ചെന്ന് ചോദിച്ചു നോക്ക്, നിനക്ക് എന്താണ് പറയാനുള്ളത്? അവർ തിരിച്ചു പറയുന്നടാ, ജീവുള്ള കാലത്ത്, ജീവിച്ചിരിപ്പുള്ള കാലത്ത് നല്ല നോക്കിക്കട്ടോ, ഞാനൊക്കെ ഇപ്പോൾ വിഷമിച്ചിരിക്കാം. മരിച്ചതിന് ശേഷമല്ല സ്നേഹിക്കേണ്ടത്. പ്രിയപ്പെട്ട ഭാര്യമാരെ, ഭർത്താവിനെ സ്നേഹിക്കേണ്ടത് ഇദ്ദിരിക്കുമ്പോഴല്ല. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഭാര്യന്റെ മദ്ഹ് പറയേണ്ടത് അവൾ കയ്യിൽ നിന്ന് പോയതിന് ശേഷമല്ല. നമ്മുടെ ഉമ്മയെ ഉപ്പയെ പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ നെഞ്ചോട് ചേർക്കേണ്ടത് അവർ പച്ചക്കരളായി നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ വികാര വിചാരങ്ങളുള്ള മനുഷ്യരായി ജീവിച്ചു പോകുമ്പോ കൂട്ടിച്ചേർക്കാതെ മരണപ്പെട്ടതിന് ശേഷം മലമുറയിട്ട് കരയുന്ന നാടകങ്ങൾ ഫലമില്ല. എന്റെ വാക്കല്ല, പഠിക്കണം നമ്മള്. എത്ര ഹദീസുകൾ നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റും. ചെറിയ ചെറിയ കാരണങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ബന്ധങ്ങളെ, മാതാപിതാക്കൾ പ്രത്യേകിച്ചും വേദനിപ്പിച്ച ആളുകളൊക്കെ അതിന്റെ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ധാരാളക്കണക്കിന് നന്മകൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കണം. അതാ ഞാൻ പറഞ്ഞത്, സമയമെന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. നമുക്ക് ഇന്നെന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു ഉപദേശമുണ്ട്, ദുനിയാവെന്നാൽ 3 ദിവസം ഉണ്ടാവുള്ളൂ.
ഉണ്ടാവുകയുള്ളൂ. ഒന്ന് ഇന്നലെ എന്നതാണ്, അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. മറ്റൊരു ദിവസം നാളെയാണ്, അത് ആർക്കൊക്കെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റൂല. മറ്റൊരു ദിവസം മൂന്നാമതുള്ളത് ഇന്ന് എന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് രാത്രി ഉണ്ട്, ഞമ്മക്കുണ്ട് എന്ന് വിചാരിക്കാം. ഇന്ന് ഉപയോഗിച്ചോ, കഴിഞ്ഞു പോയത് ഇനി കിട്ടൂല, നാളെ നീ ഉണ്ടാവുമെന്നറിയില്ല. തസവ്വദ് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രീ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി. നാളെ നേരം വെളുക്കുമ്പോൾ നീ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. ഇന്ന് രാത്രി നീ തഖ്വ ശേഖരിച്ച് റെഡിയാക്കിക്കോ, പൊരുത്തപ്പെടിപ്പിച്ചോ, ഭാര്യനോട് ഭർത്താവിനോട് മര്യാദക്ക് പെരുമാറി കടന്നുറങ്ങിക്കോ. നേരം വെളുക്കുമ്പോൾ എങ്ങനെ നീക്കാന്നറിയില്ല. കയ്യിന്ന് അല്ലേ, നമ്മൾ പറയില്ല, ഒരു ഗ്ലാസ് ചായ, പടുത്തുണ്ടായ ഒരു മരണമാണ്. ഭാര്യനോട് ഭർത്താവ് പറഞ്ഞ ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുന്ന, ഒരു ചായ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ റെഡിയാക്കി ചൂടാക്കി മധുരിട്ട് ചൂടാറിനതിൻ്റെ മുമ്പ് കൈ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ കസേരന്ന് ചെരിഞ്ഞ് വീണ് കിടക്കുന്ന ഭർത്താവിനെ കാണും. ഒരു 5 മിനിറ്റ് ഗ്യാപ്പ്, ഒരു ചായ തിളക്കണ ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവരെ. കയ്യിൽ നിന്നാണ് ഭർത്താവ് പോയത്. എന്നിട്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തല്ലും വഴക്കും കോപ്രാളിത്തരും കാട്ടിയിട്ട് ജീവിക്കുക, എന്നിട്ട് മരിച്ചതിന് ശേഷം മധു പറഞ്ഞിരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ നല്ല നല്ല സമയങ്ങളാണ് റമദാൻ നമുക്ക് വരുമ്പോ നമ്മൾ ആലോചിക്കണം, എനിക്കൊരു ചാൻസ് ഉണ്ടെങ്കിൽ, എനിക്കൊരു സമയമുണ്ടെങ്കിൽ, നിഅമതാനി മഗ്ബൂനും ഫീമാ കസീറും മിനന്നാസ് അസ്ഹഹതു വൽ ഫറാഗ്. ഒഴിവു സമയം നന്നായി ഉപയോഗിക്കാം, ആരോഗ്യം നന്നായി ഉപയോഗിക്കാം. അധികം ആളുകളും വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ റമദാനിന്റെ മുമ്പ് തന്നെ നന്നായി തൗബകൾ ചെയ്യുക, പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങി ജീവിക്കുക. തൗബ ചെയ്യേണ്ടത് റമദാനിലാണോ? റമദാനിൽ മാത്രമല്ല, എപ്പോഴാണെങ്കിലും തെറ്റു ചെയ്ത മനുഷ്യൻ അയാൾ നന്നാവണം. വഇന്നീ ലഗഫാറുൻ ലിമൻ താബ്. പശ്ചാത്തപിക്കുന്നവർക്ക് അല്ലാഹു ഗഫാറാണ്, പാപം പുറത്തു തരുന്നവനാണ്. വആമന, എന്നിട്ട് നന്നായി വിശ്വാസം ശരിപ്പെടുത്തുന്നവനും, വഅമില സാലിഹൻ, എന്നിട്ട് നന്നായി സൽക്കർമ്മം ചെയ്യുന്നവനും. അപ്പോ തൗബ, പിന്നെ ഈമാൻ, പിന്നെ സൽക്കർമ്മം. പിന്നീട് സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുക. അപ്പൊ നമ്മുടെ കർമ്മങ്ങളൊക്കെ ശരിപ്പെടുത്താൻ, പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. പലിശയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഇടപാടുണ്ടോ അതൊന്ന് ഒഴിവായിട്ട് വേണം നീ നല്ലതിലേക്ക് വരാൻ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില മനുഷ്യരുണ്ട്, അവന്റെ പ്രാർത്ഥന ശഖസൻ ഉബറ, പൊടിപിടിച്ച് ജടപിടിച്ച് വിനീതനായി അവൻ യാ റബ്ബി യാ റബ്ബ് യാ റബ്ബ് എന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. വമൽബസുഹു ഹറാം, വസ്ത്രം ധരിച്ചിരിക്കുന്നു ഹറാമിലാണ്. എവിടുന്നോ പറ്റിച്ച പൈസ കൊണ്ടാണ് അവന്റെ ജീവിതം. വമതഅമുഹു ഹറാം, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമിലാണ്. വമശ്റബുഹു ഹറാം വമസ്കനുഹു ഹറാം, കഴിക്കുന്നതും കുടിക്കുന്നതും അവൻ താമസിക്കുന്നതും ഒക്കെ ഹറാമിലാണ്. ശരിക്കും വായിച്ചു നോക്കിട്ടോ, നമ്മൾ ശിർക്കുന്നും ഖുറാഫാത്തുന്നും ദർഗേന്നും മക്കാമെന്നൊക്കെ പോന്നു. പക്ഷേ വ്യഭിചാരത്തിലും മദ്യത്തിലും പലിശയിലും പോയി നമ്മളൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഈ സമയം നമ്മൾ വായിക്കേണ്ടത്. അള്ളാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്ത് പശ്ചാത്തപിച്ചു മടങ്ങുന്നിട്ട് ഹദീസിന്റെ ബാക്കി ഭാഗം കാണാൻ നിങ്ങൾ. ഫഅന്നാ യുസ്തജാബ്, എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുക? അവൻ ഹറാമിൽ എപ്പോഴും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരണം. വിശുദ്ധ റമദാനിന്റെ മുമ്പേ പറഞ്ഞ ഇത്രയും ചെറിയ ചില ഒരുക്കങ്ങളൊക്കെ ഒന്ന് നടത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ മാസപ്പിറവിയോടെയോ അല്ലെങ്കിൽ ശഅബാനിന്റെ പൂർത്തീകരണത്തോടെയോ നമ്മൾ റമദാനിലേക്ക് കടന്നു വന്നാൽ പ്രധാനമായും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഓരോരുത്തരും ഒന്ന് ശ്രദ്ധിച്ച് കൃത്യമായി നമ്മുടെ ഷെഡ്യൂളിൽ അത് വേണം. ഒരു മാറ്റത്തിന് തന്നെ തയ്യാറാക്കുന്ന വിധേയനയാകണം. പക്ഷെ നാട്ടില് റമദാൻ വരുമ്പോ 3 തരത്തിലുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഒന്ന്, ഭയങ്കര ഇഷ്ടത്തോടെയാണ് അവർ റമദാനെ സ്വീകരിക്കുന്നത്. വരുന്നുണ്ട്, ഇങ്ങനൊരു നല്ലൊരു കാലാണ്, നമുക്ക് നന്നാവാനും ഖുർആൻ ഓതാനും നമുക്ക് ഒരുപാട് നല്ല ചാൻസ് ആണ് വരുന്നത്, സന്തോഷം. രണ്ടാമതൊരു വിഭാഗമുണ്ട്, അവര് റമദാനിനോട് വെറുപ്പാണ്. വരുന്നുണ്ട്, ഇനിയിപ്പോ ഒരു രക്ഷയില്ല, ഇനിയിപ്പോ ഫുള്ള് നോമ്പായിരിക്കും. അവരെങ്ങനെ തിരിച്ചറിയും? വെറുപ്പിന്റെ ആൾക്കാർ എങ്ങനെ തിരിച്ചറിയാന്നറിയോ? ഒരു ആദ്യത്തെ 2 10 കഴിഞ്ഞാൽ പിന്നെ ഒരു തറാവിക്കൊന്നും കാണൂല. ഒരു പിന്നെ ഈദ് മുബാറക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും.
പിന്നെ ഓല് അങ്ങാടിയിലും ഷോപ്പിലും പിന്നെ അൽഫാമിലും ഷവായിലും മന്തിയിലും ഒക്കെ ഓല് കടന്നിട്ട് പുതിയ പുതിയ സോഡൊക്കെ ഇങ്ങനെ അടിച്ച് ഓല് അവസാനത്തെ 10 ഇങ്ങനെ കറങ്ങി പൊളിച്ചാണ്. അവരാരാണ്? ഈ രണ്ടാമത്തെ ടീമുണ്ടല്ലോ, വെറുപ്പോണ്ട് ജീവിച്ചിരുന്ന ആൾക്കാർ. ഓർക്ക് പകുതി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം കിട്ടിക്കുന്നു. മൂന്നാമത്തെ ഒരു ടീമുണ്ട്, റമദാൻ വന്നാലും റമദാൻ പോയാലും മൂപ്പർക്ക് ഒരു മാറ്റമില്ല. മൂപ്പര് സിഗരറ്റ് പിഞ്ഞും വലിക്കും. പെരുന്നാളിന്റെ അന്ന് മൂപ്പര് വലിക്കും. 30 ദിവസം വലിച്ചില്ല, 11ാമത്തെ ദിവസം മൂപ്പര് 4 പാക്കറ്റ് അധികം വലിക്കും. ഇത്രയും ദിവസം ഖുർആൻ ഓതിയിട്ടില്ല, റമദാനിൽ മൂപ്പര് പ്രത്യേകിച്ചൊരു പേജും അധികം ഓതിയിട്ടില്ല. ഇത്രയും ദിവസം അയാൾ പള്ളിയിലെ നിസ്കാരത്തിന് ജമാഅത്തിന് പോയിട്ടില്ല. റമദാൻ വന്നപ്പോൾ മൂപ്പരാത്ത് കിടന്ന് വർത്താനം പറഞ്ഞ പടായി ഞങ്ങളെ അടിച്ചു പോയിട്ടുണ്ട്. ഒരു മാറ്റമില്ലാത്ത പോകുന്നു. ഇനി ഈ 3-ൽ ഏതാണ് എന്റെയും നിങ്ങളുടെയും റോള് എന്നാണ് ചിന്തിക്കേണ്ടത്. എന്റെ സഹോദരങ്ങളെ, വിശുദ്ധ റമദാനെ മൊത്തത്തിൽ നമ്മളെ മനസ്സിൽ ആദ്യം കൊണ്ടുവരേണ്ടത് എന്തറിയോ? 3 കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ പറ്റണം ഈ റമദാനിൽ. അത്രേ ഉള്ളൂ. 3 കാര്യങ്ങൾ ഈ റമദാൻ കഴിയുമ്പോൾ എന്റെ ജീവിതത്തിൽ അധികം ഉണ്ടാക്കിയിട്ടുണ്ടാവണം. 1 അൽ-ഈമാൻ, തഖ്വ, ഈമാൻ. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഒരു പൊടി നമ്മുടെ ഈമാനോട് ഉണ്ടാവണം. ഒരു ജമാഅത്തിന് പോകുമ്പോൾ ഒരു വിഷമം വരാം. ഒരു പേജ് ഓതാത്ത ദിവസം വന്ന അന്നൊരു പ്രയാസം, ഒരു അടങ്ങർ, ഒരു സങ്കടം ഉണ്ടാവണം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നത് കാണാൻ സാധിക്കും. ഇന്നി ലഅക്റഹു യൗമൻ, എനിക്ക് ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന ദിവസം ഖുർആൻ തുറക്കാത്ത, ഖുർആൻ തുറക്കുന്ന ഓതാത്ത ദിവസമാണ്. നമുക്കുണ്ടായിട്ടുണ്ടോ? നമുക്ക് ഓതി അന്ന് ഭയങ്കര ഒരു പണി നടന്നില്ല, ഞാനൊരു 10 മിനിറ്റ് ഖുർആൻ ഓതാനിരുന്നു, എന്നിട്ട് പിന്നെ എല്ലാ കുറ്റവും അതിൻ്റെ മേത്ത് കിട്ടുകൊടുക്കും. ഒരു ദിവസം ഓതാതെ പോയാൽ വിഷമുള്ള ദിവസമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരിക്കുന്നതിൻ്റെ അദ്ദേഹം കൊല്ലാണ്. ശത്രുക്കൾ അദ്ദേഹത്തെ കൊല്ലുമ്പോൾ കൈ ഒന്ന് വെട്ടി, കൈ മറ്റൊന്ന് വെട്ടുമ്പോഴൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിൻ്റെ കൈയിൻ്റെ സൈഡിൽ ഇത് ഖുർആൻ മുറുകെ പിടിക്കുക. അത് കയ്യിൽ നിന്ന് വീണുപോയി. ശത്രുക്കളോട് ചോദിക്കുന്നുണ്ട്, ഇതിനെങ്കിലും വിട്, ഖുർആനെങ്കിലും നിങ്ങളൊന്ന് വിട്. അതിൻ്റെ കഷ്ണങ്ങൾ അവർ പരിക്കേൽപ്പിച്ചു. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകേണ്ട ഒന്ന് ഈമാൻ. അതുകൊണ്ട് ലഅല്ലക്കും തത്തഖൂൻ, നോമ്പ് എന്തിനാണ്? തഖ്വ ഉണ്ടാക്കാനാണ്, ഈമാൻ അധികരിക്കാനാണ്. മൻസാമ റമളാന ഈമാനം വഹ്തിസാബാ, ഈമാനോടെ പ്രതിഫലം പ്രതീക്ഷിച്ച് ആരെങ്കിലും റമളാനിൽ നോമ്പ് നോറ്റാൽ, അതാ ഞാൻ സൂചിപ്പിച്ചത്, നല്ല ഈമാനിലോടെ നല്ല പ്രതിഫലം വേണമെന്ന് വിചാരിച്ച് എല്ലാവർക്കും നോമ്പുണ്ട്, എനിക്ക് ഭക്ഷണം കിട്ടൂല, എന്നാ ഞാനും നോമ്പ് വിൽക്കുക, എന്താ ചെയ്യുക? എല്ലാവരും മാടോണ്ടങ്ങാടിയിൽ എല്ലാവർക്കും നോമ്പ്, ഞാൻ മാത്രം കഴിഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊന്നും ശരിയാവൂല. നല്ലൊരു ഈമാനോടെ എന്റെ മരണത്തിനു ശേഷവും എന്റെ പരലോകത്തും അള്ളാന്റെ കോടതിയിലും രക്ഷപ്പെടാൻ ഇസ്ലാം നിശ്ചയിച്ച 5 അർക്കാനിൽ 5 നെടുന്തൂണിൽ ഒരു തൂണാണ് നോമ്പ്. ആരോഗ്യമുള്ള, ബുദ്ധിയുള്ള, രോഗിയല്ലാത്ത, യാത്രക്കാരനല്ലാത്ത, പ്രായപൂർത്തിയായ നമുക്കെല്ലാ മുസ്ലിമീങ്ങൾക്കും ബാധകമാണ് നോമ്പ്. അത് അങ്ങനെ തന്നെ അതിനെ കാണണം. ആ റമദാനിന്റെ നോമ്പിനെ ശരിപ്പെടുത്തി ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് 2ാമത്തെ വർധനവുണ്ടാവേണ്ടത് അൽ ഈമാൻ കഴിഞ്ഞാൽ അൽ ഇൽമ, ധാരാളം അറിവുണ്ടാക്കാൻ പറ്റണം റമദാനിൽ. ഖുർആനിലെ തഫ്സീറുകൾ നമുക്ക് വായിക്കാൻ പറ്റണം, അമാനി തഫ്സീർ നമുക്ക് തുറക്കാൻ പറ്റണം. പീസ് റേഡിയോ ആപ്പുകൾ ഉപയോഗപ്പെടുത്തി പഠിക്കാൻ പറ്റുന്ന എത്രയോ വഴികളുണ്ട്, അത് തുറക്കണം. കേൾക്കാത്ത പ്രഭാഷണങ്ങൾ കേൾക്കാൻ കഴിയണം. പള്ളിയിലും മറ്റും നടക്കുന്ന വിജ്ഞാന സദസ്സിൽ ആളുകൾ ഇങ്ങനെ കാണാം. തറവിസ്കാരം കഴിഞ്ഞൊരു 10 മിനിറ്റ് ക്ലാസ് ഉണ്ടെന്ന് വേണിയിട്ട് പുറത്ത് തിണ്ടത്തോ അവിടെ ഇവിടെയൊക്കെ പോയി വർത്താനം പറഞ്ഞിട്ട് പറയും, എപ്പോൾ നോക്കിയാലും ക്ലാസ്സിന്റെ ഉള്ളിലിരിക്കുന്ന ആൾക്ക് ഒരു പരാതി ഉണ്ടാവില്ല, പുറത്ത് പോയി നീച്ചവർക്ക് ഭയങ്കര പരാതി. എത്ര സംഭവങ്ങളെന്നറിയാം. ഒരു സുബഹിക്കൊരു പള്ളിയിൽ ദിക്റൊക്കെ ചെല്ലി 5-6 മിനിറ്റ് ആയിക്കണം. അത് കഴിഞ്ഞ് ഒരാൾ ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി എണീറ്റു ഹത്തീബിനെ കൊല്ലി കുറിച്ചു. നിങ്ങൾ ക്ലാസ്സും ഇവിടെ നടക്കും, നിങ്ങൾ മാറുന്ന ദിക്റല്ലാണ്ട്. ദിക്റിനേക്കാൾ വലുതാണ് ഇൽമ, അതറിയോ? അറിയില്ലല്ലേ? ദിക്റിനേക്കാൾ വലുതാണ് ഇൽമ. നിസ്കാരം കഴിഞ്ഞ് ഒരാൾക്കൊരു ഹദീസ് പഠിപ്പിച്ചു തരുമ്പോ ദിക്ർ നമുക്ക് പിന്നെയും ചെല്ലാം, ഇൽമ അപ്പോഴേ കിട്ടുള്ളൂ. ദിക്ർ മുടക്കണം എന്നല്ലേ പറഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം. ഇതിനൊക്കെ ചോദ്യം ചെയ്യാം. തറാവീഹ് ശേഷം ക്ലാസ് ഉണ്ടാവും, അതിനും കുറ്റം പറയാം.
എവിടെങ്കിലും എന്തെങ്കിലും മജ്‌ലിസ്, നിങ്ങൾക്ക് റമദാനായാലും ഒരു ഒഴിവില്ല, അപ്പോഴും സമ്മേളനം. എന്റെ ഇൽമ ഇങ്ങനെ കൂടുന്ന റമദാൻ കഴിയുമ്പോൾ അപ്പൊ നമ്മളെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇങ്ങനെ നീങ്ങി ഇങ്ങനെ സ്ഫുടം ചെയ്ത് ക്രമീകരിക്കപ്പെടും. ഇൽമില്ലാത്തതിന്റെ ദുരന്തം എന്താണ്? റമദാനിൽ ഇങ്ങനെ കാർക്കിച്ച് തുപ്പി അങ്ങാടി എരപ്പാക്കും. എന്താണ്? റമദാനാണ്, നോമ്പാണ്, തുപ്പന്നെ. എന്നിട്ട് മുറ്റത്തും അങ്ങാടിയിലും ആൾക്കാർ ഇത് തുപ്പാനുള്ള മാസമാണെന്ന് വിചാരിക്കും. ചിലക്ക് യാചനയുടെ മാസമാണ്, ഇരുന്ന് പോകുക, ഓരോ വീട്ടുക്കും കയറി ചാക്കും സഞ്ചിയെടുത്ത് നടക്കുക. യാചിക്കേണ്ട മാസം തന്നെയാണ്, പക്ഷെ പടച്ചോനോടായിരിക്കണം. ആരെ പോണത്? നമ്മളെ പെങ്ങള്, നമ്മളമ്മ, നമ്മളെ എളാപ്പ, നമ്മളെ കുടുംബക്കാരനീ പോണത്. 26 അന്ന് എന്താ വിചാരിക്കണത്? അന്ന് ഗേറ്റ് 2 ലോക്ക് ഇട്ടിച്ചില്ലെങ്കിൽ നിറച്ച് ജാഥയായിട്ട് വരും. മുന്നിൽ 2 കാറും കൂടി ഉണ്ടോ എന്തായാലും വരും. ആൾക്കാർ റമദാൻ എന്ന് പറഞ്ഞാൽ യാചനന്റെ മാസമാണ്. പിന്നെ ആ മുസ്ലിങ്ങൾ പറയണ്ടേ നമ്മളെ കുറിച്ചിട്ട്, ഇവർക്ക് പകല് നോമ്പ്, രാത്രി ചെമ്പ്, രാത്രി ഫുള്ള് തീറ്റണേ. തിന്നാൻ വേണ്ടി ഏതൊക്കെ പുതിയ സ്ഥലങ്ങൾ തേടി നടക്കുക, പുതിയ ഐറ്റംസ് പരീക്ഷിക്കുക. അവിടേക്ക് വരുന്നുണ്ട് ഞാൻ. അപ്പൊ റമദാനിൽ രണ്ടാമത് അധികരിക്കേണ്ടത് ഇൽമ ഉണ്ടാക്കാൻ പറ്റും. നോക്ക് 3 അൽ അമലു സാലിഹാത്ത്. ഒരുപാട് അമലു സാലിഹാത്ത്, ദിക്ർ, സ്വലാത്ത്, തഹജ്ജുദ്, ഖിയാമുൽ ലൈൽ, നമ്മുടെ പറഞ്ഞതുപോലെ തന്നെ ദുഹന്റെ നമസ്കാരം, എന്തൊക്കെ അമലു സാലിഹാത്ത് കൂട്ടാൻ പറ്റുമോ ഇതൊക്കെ റമദാനായിട്ട് കൂട്ടിയെടുക്കണം. അതിന്റെ നോമ്പിനെ തന്നെ വളരെ കൃത്യമായി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. രാത്രിയിലുള്ള തറാവീഹ് നമസ്കാരത്തിന് നിൽക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. തുടക്കത്തിൽ വലിയ ആവേശം, ആദ്യത്തെ 4 തറാവീഹ് പള്ളി വേഗം പോയിക്കോളി, സ്ഥലം ഉണ്ടാവില്ല. പിന്നെ ചെന്ന കടന്നുറങ്ങാനുള്ള സ്ഥലം ഉണ്ടാവും. 4 ദിവസം കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സഫ് ഉണ്ടാവും. ആവേശം തുടക്കത്തിലുണ്ടായ പോരാ, അവസാനിക്കുമ്പോഴാണ് ആവേശം കാണേണ്ടത്. നമ്മൾ അവസാനത്തെ 10 ദിവസം ആരൊക്കെണ്ട തറാവിയിലും പള്ളിയിലും നോയിക്കോളിയും, അയാൾക്ക് റമദാൻ കിട്ടി. അവിടെ ആ സമയത്ത് ആള് കാലിയാണോ, അയാളുടെ റമദാന് വലിയ ഫലം കിട്ടിയിട്ടുണ്ടാവില്ല. ഇന്നമാ ഖവാതീം അമലി, ഒരു കർമ്മത്തിന്റെ അവസാനത്തിലാണ് അത് പരിശോധിക്കപ്പെടുക. ഒരാൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല വിഷയം, മരിക്കുമ്പോ മുസ്ലിമായിട്ടാണോ മരിക്കണം എന്നുള്ളത് നോക്കാം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ചില ആളുകളുണ്ട്, കച്ചവടക്കാർ, മറ്റുള്ള ആളുകളുമൊക്കെയുണ്ട്. അവര് നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടും. ഏത് നിസ്കാരത്തിന്? തറാവീക്ക് പോകും, ഇശാക്ക് പോകില്ല. ഇത് ഫറലുള്ള ഇശ ഒഴിവാക്കും, സുന്നത്തുള്ള തറാവീക്ക് ഓടിപ്പോവും. കടക്ക് അങ്ങനെ പൂട്ടണുണ്ടാവും, വിചാരിക്കും എളുപ്പിച്ചെത്തും. കൂടി പോയി കുളിച്ചിട്ടൊക്കെ പോണേ, തറാവീക്ക് പോണേ, ഇശാക്ക് പോണം, ളുഹറിന് പോണം. ഒരു ഫർള് നിസ്കാരവും നിങ്ങൾ മനസ്സിൽ എഴുതി വെക്ക്. എന്റെ ഒരു ഫർള് നിസ്കാരം അറിഞ്ഞുകൊണ്ട് ഈ റമദാനിൽ ഞാൻ കളയില്ല, അല്ലെങ്കിലും കളയാൻ പറ്റൂല. കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമിനൊന്ന് പള്ളിക്ക് പോണം, ശരി, കണ്ണ് കാണൂല. ഇരുട്ടിന്റെ പ്രശ്നം, ഇഴജന്തുക്കളുടെ പ്രശ്നം, കൂടെ കൊണ്ടുപോകാൻ ആളില്ലാത്ത പ്രശ്നം, ദൂരം ഒരു പ്രശ്നം. നബിയേ, എനിക്കൊരു ഇളവുണ്ടോ? ഞാൻ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തങ്ങളുടെ ചോദ്യം, ഫലാ തസ്മഉൻ നിദാ. അല്ല ഉമ്മി മക്തൂമേ, അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമേ, നിങ്ങൾക്ക് ചെവി കേൾക്കാറുണ്ടോ? ബാങ്ക് കേൾക്കാറുണ്ടോ? ഉണ്ട് നബിയേ. ഫഅജിബ്, എങ്കിൽ താങ്കൾ ഉത്തരം നൽകണം. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. എപ്പോ? നിസ്കാരത്തിന്റെ സമയത്ത് അവരവിടെ ഉണ്ടാവാൻ പാടില്ല. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിസ്കാരം കഴിഞ്ഞാ വീട്ടിൽ ചെന്നിട്ട് ഓളോട് ചോദിക്കണം, നിസ്കരിച്ചോ? ഓള് പറയില്ല, തിരുമ്പാണ്ട്, തുടക്കാണ്ട്, കഴുകാണ്ട്, കുറെ പണിണ്ട്. ഇല്ല, അവ്വലു വഖ്താണ് നിസ്കാരം. അസ്സലാത്തു ലിവഖ്തിഹാ, നിസ്കരിക്കാനല്ല പറഞ്ഞത്, അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ തിരക്കും നമ്മുടെ പണികളും ഒക്കെ സെക്കൻഡാണ്. ആദ്യത്തെ പണി അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. ശുദ്ധിയായി ഒളോടുകൂടെ നമ്മൾ നമസ്കാരം സമയബന്ധിതമായി നിർവഹിക്കുക. പുരുഷന്മാര് സുന്നത്ത് നമസ്കാരങ്ങൾ മാക്സിമം വീട്ടിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. അതാണല്ലോ അഫ്ളലായ രീതി. അങ്ങനെ നമുക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, പ്രത്യേകിച്ചും ഇശാ നമസ്കാരത്തിന്റെ സുബഹിന്റെ ജമാഅത്ത് ശ്രദ്ധിച്ചു നോക്കി നിങ്ങള്. സുബഹിന്റെ സമയത്ത് നമുക്ക് കാണാം അത്താഴത്തിന് നീക്കും, സുന്നത്തിന് നീക്കും. അത് വിശക്കുന്ന സമയമാണ്, പിന്നെ ഇനി ഒന്നും തിന്നാൻ കിട്ടൂലല്ലോ, അതുകൊണ്ട് അത്താഴത്തിന് സമയത്ത് നീക്കും. എന്നിട്ട് പള്ളി പോവില്ല. എന്താ? പിന്നെ ഉറങ്ങി, തിന്നിട്ട് വേഗം കിടന്നുറങ്ങി. പിന്നെ നിസ്കാരം എപ്പോഴെങ്കിലും സൂര്യം പോലെ. എപ്പോ? റമദാനിലെ. ആരെങ്കിലും ഇശാ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫുൽ ലൈൽ. തറാബി അങ്ങോട്ട് വിട്ടാലും കുഴപ്പമില്ല, അത് സുന്നത്തെ പോകുള്ളൂ. ഇശാഇന്റെ ജമാഅത്ത് കളയരുത്.
അതാണ് കുറിച്ചു വെക്കേണ്ടത്. രാത്രിയിൽ അർദ്ധസമയം അർദ്ധരാത്രി വരെ നമസ്കരിച്ചവന്റെ കൂലിയുണ്ട്. ഇശാ ജമാഅത്തായാൽ വമൻ സല്ല സുബ്ഹ സുബ്ഹിയും ജമാഅത്തായി നമസ്കരിച്ചാൽ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലാ, രാത്രി മുഴുവൻ സമയം ഉറങ്ങാതെ നിസ്കരിച്ചവന്റെ പ്രതിഫലമുണ്ട്. അത് കളയരുത്. റമദാനിൽ നമ്മൾ തുടങ്ങുന്നത് മാത്രം നമ്മുടെ നിലനിർത്തേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച സുന്നത്തായ എത്രയെത്ര നമസ്കാരങ്ങളുണ്ട്. അതിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ദുഹാ നമസ്കാരമാകട്ടെ, വുളൂഇന്റെ സുന്നത്തായ നമസ്കാരമാകട്ടെ, തഹിയ്യത്ത് നമസ്കാരമാകട്ടെ, രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറു സ്വബാഹും മസാവുമാകട്ടെ, എല്ലാത്തിനും നമുക്ക് സമയവും ആലോചനയും ഉണ്ടാവണം. സാധ്യമാകുമെങ്കിൽ ഒരു ദിവസമെങ്കിലും 2 ദിവസമെങ്കിലുമൊക്കെ ഇഅ്തികാഫ് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഭാര്യയും ഭർത്താവും കുടുംബവും അടക്കം ഇഅ്തികാഫിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കണം. സ്വദഖാത്തുകൾ ധാരാളമായി നമുക്കുണ്ടാവേണ്ടതുണ്ട്. ധാരാളം സ്വദഖ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. എന്തിനാ? അതൊക്കെ റമദാനിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോണതാ. ആ റമദാനിന്റെ അകത്തുകൂടെ നമ്മൾ ഇതൊക്കെ പ്ലാനിങ് വെച്ച് പോകുമ്പോൾ നമ്മളെ മുമ്പിൽ വരുന്ന നഷ്ടം എന്താന്ന് വെച്ചാൽ 3 കാര്യങ്ങൾ നമ്മളെ നശിപ്പിക്കും. നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ ഇനിയൊരിക്കും എന്തായാലും റമദാനൊന്നും വരാൻ നാളെ തന്നെ തുടങ്ങാമെന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കയറി കളിക്കും. പക്ഷേ 3 കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ശല്യമായി വരും. 1, ഉറക്കം. കുറേ ഓതണം എന്നാ വിചാരിച്ചത്, ഉറക്കം സമ്മതിക്കൂല. സുബഹിക്ക് പള്ളിയിൽ ഇറക്കും, ഇവർക്ക് കടയിൽ പോയിട്ട് ഇറക്കും, ആസർക്ക് എവിടെ പോയിരുന്നെങ്കിൽ അവിടെ ഉറക്കും, ഉറങ്ങി തീർന്നു. പിന്നെ നോമ്പ് പറഞ്ഞാൽ പിന്നെ എന്തായാലും അകത്ത് വല്ലവും ചെന്നാൽ പിന്നെ ഉറക്കും. പിന്നെ ഇപ്പൊ എപ്പോഴാ പിന്നെ ബാക്കി വാദത്തുള്ളത്? എന്നിട്ട് റമദാൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ വിലപിച്ചിരിക്കും, എന്താ പൊക്കെ കഴിഞ്ഞു പോയി. ഉറക്കമാണ് ഒരു നഷ്ടം നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഉറങ്ങരുത് എന്നല്ലതിൻ്റെ ഒന്നും അർത്ഥം. ആവശ്യമുള്ള ക്ഷീണമുള്ള സമയത്ത് കുറച്ചൊക്കെ ഒന്ന് ഉറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതെന്നെ ഒരു പരിപാടിയാക്കി മാറ്റരുത്. 2, നമ്മുടെ മൊബൈൽ ഫോണ്. എന്തൊക്കെ ആപ്പുകൾ ഡിലീറ്റ് ആക്കാൻ പറ്റുമോ അതൊക്കെ ഒഴിവാക്കേണ്ട മാസമാണ് റമദാൻ. എനിക്ക് നല്ല പരിചയമുള്ള ഒരാൾ വാട്സപ്പിൽ ദഅ്വാ വോയിസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. ഏകദേശം 100ഓളം ഗ്രൂപ്പുകളിൽ ഇസ്ലാമിനെ കുറിച്ചും തൗഹീദിനെ കുറിച്ചും നല്ല ക്ലിപ്സുകൾ പ്രചരിപ്പിക്കുന്നു. എത്രയോ ആൾക്കാർ ശരിക്ക് ദഅ്വാ രംഗത്ത് കയറി വന്നാൽ പക്ഷേ റമദാൻ വന്ന മൂപ്പര് ഒരു മെസ്സേജും വരില്ല. എന്താ മൂപ്പരെ കാണാത്ത ചോദിച്ചവർ റമദാനായി ഞാൻ വാട്സപ്പ് ഡിലീറ്റ് ആക്കും. ഏത് ദഅവത്ത് നടത്തുന്ന വഅദ് ഷെയർ ചെയ്യണ മനുഷ്യനാ. റമദാൻ അവിടെ കടക്കടക്ക് വേറെ കുറച്ച് ഇബാദത്തും പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾ വെറുതെ കളിയും കണ്ടിരിക്കാൻ വേണ്ടി വേറെന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് റീൽസും തോണ്ടി ഇങ്ങനെ ഇരുന്നാൽ നമ്മളെ റമദാന്റെ സമയം കഴിഞ്ഞു പോകും. ഫോണായിരിക്കും നമ്മളെ റമദാനിന്റെ സമയം കൊല്ലുന്ന 2ാമത്തെ കാര്യം. 3, ഫുഡ്. രാവിലെ നീച്ച് എന്താ ഉണ്ടാക്കേണ്ടത്? മന്തിയാണോ ബിരിയാണിയാണോ? ബിരിയാണിയാണോ മന്തിയാണോ? പിന്നെ അതിന്റെ ചർച്ചകളായി കാര്യങ്ങളായി. പിന്നെ വൈകുന്നേരത്തെ എന്തായാലും ബിരിയാണി മാത്രമായി ശരിയല്ല, ഒരു സമോസ എണ്ണക്കടയൊന്നുമില്ല. പിന്നെ എന്തായാലും പിന്നെ 2-4 ജ്യൂസ് ഇല്ലെങ്കിൽ ഞാൻ കണ്ണൂരാവണം. അല്ല അവിടെയൊക്കെ വിഭവം കൊണ്ട് തല്ലാണ്. അവസാനം ഓരോട് വയല് പറഞ്ഞപ്പോൾ ചെറിയൊരു മയത്തിലെത്തിയിട്ടുണ്ട്. ഒന്ന് കുറക്കാൻ വേണ്ടി പറഞ്ഞു. ഇതൊക്കെ പാട് എന്തിനാ ഒരാൾക്ക്? ധാരാളം എണ്ണക്കടി, പിന്നെ കുറേ ഫ്രൂട്ട്സ്, പിന്നെ അതിന് പുറമെ കുറേ ജ്യൂസ് തിന്നിട്ടേക്കും നമ്മൾ. എന്താ ഉണ്ടാവുക? നോമ്പ് തുറക്കുമ്പോൾ അതെല്ലാം കൂടി തിന്നിട്ട് പിന്നെ കുറച്ച് അന്നെ പള്ളിയിലൊന്നും കണ്ടില്ലോ എടോ. ഒന്നും പറയണ്ട, എന്നാലും ഭയങ്കരമായിട്ട് കുറച്ചധികമായി. അപ്പം മിഞ്ഞാന്ന് തന്നെ ചെയ്യുന്നു. അങ്ങനെ അവസാനം റമദാൻ കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒന്നും ഉണ്ടായില്ല. ഇതൊക്കെ എന്തിനാ ഈ ഇടവണ്ണ മണ്ഡലത്തിൽ വന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ ഒരു ക്ലാസ് എന്തിനാ? ഇത് അങ്ങനെ പറയരുതേ, അങ്ങനത്തെ ഒരു അവസരം നമുക്ക് വരരുതേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സമയം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിക്കുന്നത്. റമദാനിന്റെ അകത്ത് നോമ്പ് തുറപ്പിക്കാൻ പറ്റുന്ന ഇഫ്താർ കിറ്റുകളുടെയൊക്കെ സമയം നടന്നുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യൻ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ അതേപോലെ ഒരു സാധുവിന്റെ വീട്ടിൽ മൻ ഫതറ സായിമ, ആരെങ്കിലും ഒരു സാധുവിനെ നോമ്പ് തുറപ്പിച്ചാൽ കാന ലഹു മിസ്ല അജ്രിഹി, നോമ്പുകാരന് പ്രതിഫലമുള്ള പോലെ നോമ്പ് തുറപ്പിക്കുന്നയാൾക്കും അതിന്റെ പ്രതിഫലമുണ്ട്. 2 നോമ്പിന്റെ കൂലി ഉണ്ടാക്കുക. എങ്ങനെ? ഒരു സാധുവിന് നോമ്പറക്കാനുള്ള ഭക്ഷണം കൊടുക്കുക, നമ്മൾ നോമ്പറക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ നോമ്പറന്ന അയാൾക്കുള്ളതും ഞമ്മക്കുള്ളതും കൂലി ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയാണ്. അതുകൊണ്ട് നോമ്പ് തുറയുടെ കാര്യത്തിൽ ആ നോമ്പ് തുറ കൊണ്ട് ശല്യമാകരുത്. ആളെ പള്ളി പോകാൻ പറ്റിയില്ല, അത് തറാവിക്ക് പോകാൻ പറ്റിയില്ല, അയാളെ നോമ്പുറ കാരണം കൊണ്ടെന്ന് പറഞ്ഞിട്ട് ആ വീട്ടുകാർക്കോ ഒരു അവസ്ഥയ്ക്കും അങ്ങനെയുള്ള ഒരു പ്രയാസപ്പെടുത്തുന്ന നോമ്പ് തുറകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നോവിനെ കൃത്യമായിട്ട് സൂക്ഷിക്കുക. റമദാനായാലും ചില ആൾക്കാർ ആ ചീത്തവിളിയും തെറിവിളിയും കൊലവിളിയും ഒന്നും നിർത്തൂല.
ആൾക്കാർ പറയും നോമ്പ് പറഞ്ഞിട്ട് കാണിച്ചു തരാന്ന്. എന്തിനാണ്? ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. എന്നാലും നിയന്ത്രിക്കൂല എന്ന ഹദീസ്, ഒറ്റ ഹദീസ് വായിച്ചാൽ മതി. ഒരൊറ്റ ഹദീസ് വായിച്ചാൽ മതി. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ 4 വട്ടം ചിന്തിച്ചു നോക്കും. ആരെങ്കിലും മോശപ്പെട്ട വാക്ക് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, വൽ അമല മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ, വൽ ജഹ്ല വിവേകം അയാൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വശറാബ. അവൻ ഭക്ഷണം ഒഴിവാക്കണമെന്നില്ല, അവൻ വെള്ളം ഒഴിവാക്കണമെന്നില്ല. എന്തിന്? നാവ് നിയന്ത്രിക്കൂലെങ്കിൽ, മോശം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കൂലെങ്കിൽ അവൻ പട്ടിണി കിടക്കണമെന്ന ഒരാവശ്യവുമില്ല. എത്രയോ സഹോദരിമാര് കാണാം, അവരെ നോമ്പിലാണ്, ഒരു ഷാള് പോലും ധരിക്കാതെ അങ്ങാടിയിൽ വലസിക്കൊണ്ടിരിക്കുന്നു, ഓപ്പണായ ഡ്രസ്സൊട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മോശം പ്രവർത്തനമാണ്. ഒരാളത് നിർത്തുന്നില്ലെങ്കിൽ അയാൾ വെറുതെ നോമ്പ് നോറ്റത് കൊണ്ട് കാര്യമില്ല. ഒരു മനുഷ്യൻ അയാള് സാധാരണ പോലെ തന്നെ തെറി പറയുന്നു, മോശം സംസാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ഒക്കെ നോമ്പുണ്ടോ? നോമ്പുണ്ട്, കാര്യമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവേശിപ്പിക്കപ്പെടുന്നത് അൽഫമോ വായ കാരണം കൊണ്ടാണ്, വൽ ഫർജു ലൈംഗികാവയവം കൊണ്ടാണ്. വായ, നാവ്. ആ നാവിനെ സൂക്ഷിക്കുന്ന ഉറപ്പ് തന്നാൽ സ്വർഗം നിങ്ങൾക്ക് ഉറപ്പ് തരാമെന്ന ഹദീസ് നമുക്ക് പറയാൻ പറ്റൂ, ഗ്യാരണ്ടി പറയാൻ പറ്റൂ. അതുകൊണ്ട് ഈ വിഷയത്തിലും നമുക്കൊരു നല്ല അവസ്ഥയുണ്ടാകണം. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു കാരണവുമില്ലാതെ കടയിലോ വീട്ടിലോ എവിടെങ്കിലും ഒരാൾ വന്ന് നമ്മളെ അങ്ങ് ചീത്ത വിളിച്ചാൽ പോലും, ഇങ്ങോട്ട് അതിക്രമം കാണിച്ചാൽ പോലും, ഇന്നീ സ്വാഇം, ഞാനൊരു നോമ്പുകാരനാണ്, ഞാൻ നിന്നോട് തർക്കിക്കാനില്ല, ഞാൻ നിന്നോട് വക്കാണത്തിനില്ല, ഞാൻ നിന്നോട് സംസാരിക്കാനില്ല. ഭാര്യ വന്ന് വല്ലാതെ മോശാവുകയാണെങ്കിൽ, ഇന്നീ സ്വാഇം, പൊന്നാരപളെ ഞാൻ നോമ്പിലാണ്, ദയവീതിനെ ഉപദ്രവിക്കല്ലേ. ഭാര്യ തിരിച്ചും ഭർത്താവെങ്ങാനും മോശമായി പെരുമാറുകയാണെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യണം. അപ്പൊ ചില ആൾക്കാർക്ക് നോമ്പൊക്കെ അടക്കട്ടെ, ഇയാളോട് 2 പറഞ്ഞിട്ട് തന്നെ ഞാൻ പോവുള്ളൂ എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് പോയി. ആർക്ക് പോയി? അവനവന് പോയി. നമ്മളെ ദേഷ്യം, നമ്മുടെ കൊലബും ഒക്കെ ഇങ്ങനെ തീർക്കണം, ഇങ്ങനെ എരിപൊരി കൊള്ളുന്ന സമയമായിരിക്കും ശൈത്താൻ നമ്മുടെ ഇബാദത്തുകളെ, നമ്മുടെ ബന്ധങ്ങളെ വിള്ളിച്ചകളിൽ. അതുകൊണ്ടാണല്ലോ റമദാൻ വന്നാൽ ശയാത്തീനുകളെ ബന്ധനസ്ഥരാക്കുന്ന നമുക്ക് സഹായമാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിടപ്പെടും, നരകത്തിൽ നിന്ന് മോചനം കൊടുക്കും. മൻസാമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും ഒരു ദിവസം നോമ്പ് നോറ്റാൽ, ബഅദല്ലാഹു ലഹു 70 ഖരീഫൻ മിനന്നാർ, നരകത്തിൽ നിന്ന് 70 വർഷക്കാലം വിദൂരതയിലേക്ക് അവനെ മാറ്റുന്നതാണ്. നോമ്പ് നോറ്റാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഒരു ദിവസത്തെ നോമ്പുകൊണ്ട് 70 വർഷക്കാലത്തെ ദൂരത്തേക്ക്, 10 ദിവസം നോമ്പ് വെച്ചാല് 700 കൊല്ലത്തേക്ക് വിദൂരത്തേക്ക് മാറ്റും. 20 ദിവസം കഴിയുമ്പോഴത്തേക്ക് 1400, 30 ദിവസം നോമ്പ് കിട്ടിയാല് 2100 കൊല്ലം നരകത്തിൽ നിന്ന് ആ മനുഷ്യന്റെ ശരീരത്തെ അല്ലാഹു തആല തടുക്കുന്ന പറഞ്ഞത്. ആ നരകത്തിന്റെ ആളിക്കത്തുന്ന വിറകായി നമ്മൾ മാറാതിരിക്കാൻ, നരകമോചനത്തിന് വേണ്ടിയുള്ള നല്ലൊരു ചാൻസ് പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന കൃത്യമായ ബോധം നമുക്ക് ആവശ്യമാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മുടെ റമദാനിനകത്തുള്ള സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ. SSLC പരീക്ഷയുണ്ട്, +2 പരീക്ഷയുണ്ട്, മറ്റു പല എക്സാമുകൾ വരും. അതുകൊണ്ട് എന്റെ കുട്ടി പഠിക്കാണ്, അതുകൊണ്ട് നോമ്പൊന്നും വേണ്ട, പഠിക്കാണ്, ഖുർആനൊന്നും ഓതണ്ട എന്ന് പറയരുത്. അതിനെ ബാധിക്കാത്ത രൂപത്തിൽ അവൻ പരീക്ഷയെ കൺട്രോൾ ചെയ്യണം. പരീക്ഷയെ ബാധിക്കാത്ത രൂപത്തിൽ അവൻ റമദാനിലെ ഇബാദത്തുകൾക്ക് സമയം ക്രമീകരിക്കണം. ഇത്രേ ഉള്ളൂ. 2 ഒഴിവാക്കാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യാ? സമയം ഒന്ന് ക്രമീകരിക്കുക. നമ്മളെ പോലെ എല്ലാം ഫുൾ ടൈം ഖത്മ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിയുന്ന പോലെ ചെയ്യട്ടെ. ദിക്റുകളും പ്രാർത്ഥനകളും ചൊല്ലട്ടെ, ഒഴിവനുസരിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തട്ടെ. പരീക്ഷ കാരണം കൊണ്ട് നോമ്പെടുക്കരുതെന്നോ അല്ലെങ്കിൽ അവൻ നോമ്പുറപ്പിക്കണമെന്നൊന്നും പറഞ്ഞ് അവനെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയൊന്നും ഉണ്ടാകാൻ പാടില്ല. അവർ നോമ്പുകാരൻ തന്നെയാണ്. പരീക്ഷ നോമ്പിന് ഇളവുള്ള കാര്യമല്ല. അതുകൊണ്ട് അതൊക്കെ എന്റെ വഴിക്കങ്ങനെ നടക്കും. അതുകൊണ്ട് തന്നെ സമയം ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് വരുന്നതിന്റെ മുമ്പേ തന്നെ ആലോചനകൾ ഉണ്ടാക്കുക. മറ്റൊരു കാര്യം, റമദാൻ നമ്മുടെ കുടുംബങ്ങളെ ഒന്നടങ്കം അതിലേക്ക് ഒരു ഉണർത്തലുണ്ടാവണം. ബാപ്പ എല്ലാ സമയത്തും പള്ളിയിലുണ്ട്, ബാപ്പ പള്ളിയിലുണ്ട്, ഉമ്മ എവിടെ ഉണ്ട്? ഇത്തികാഫിലും പള്ളിയിലൊക്കെ ഉണ്ട്. ചെക്ക അങ്ങാടിയിൽ വണ്ടിയും ഇരിക്കുന്നുണ്ട്. ഒന്നാലോചിക്കുക എങ്ങനെ ഉണ്ടാവുന്നു?
നമ്മുടെ കുടുംബം രക്ഷപ്പെടണമെന്ന് നന്നായി ആലോചിക്കണം. ബാപ്പ ഇങ്ങനെ താടിയൊക്കെ വെച്ച് സുന്നത്തൊക്കെ എടുത്ത് ദഅവത്തും വയലൊക്കെ ആയിട്ട് നടക്കും. ഉമ്മ യൂട്യൂബിൽ കയറിയിട്ട് ഓളെ പാട്ടും ഓള് കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും ഓളെ മാപ്പിള വരുമ്പോഴത്തേന് ബെഡ്റൂം ശരിയാക്കിയതും ആദ്യമായിട്ട് കിസ് ചെയ്തതൊക്കെ ഓൾ ഇങ്ങനെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കിസ് ചെയ്ത് എന്തിനാ നാട്ടിൽ കാണിച്ചു കൊടുക്കണ്ട? എത്ര ആൾക്കാരാണെന്നറിയോ ഒരു വീട്ടിൽ ഒരെണ്ണെങ്കിലും ഒന്ന് ഈ രൂപത്തിലുള്ള അഭ്യാസം കൊണ്ട് നടക്കുക. ചെറിയ ചെറിയ മക്കളെ പേരിൽ ചാനൽ തുടങ്ങി ഐറ്റങ്ങൾക്കൊരു സ്വൈരല്ല. എന്നിട്ട് എന്താണ് ഇതിന്റെ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്താണ്? സ്വാഭാവികമായും ഇത്തരം ചാനലുകളുടെ താഴെ വളിഞ്ഞ കമന്റുകളുണ്ടാവും. പിന്നെ അതിന് മറുപടി തരാൻ പോയിട്ടൊന്നും കാര്യമില്ല. ആരായി പണിക്കെക്കാൻ പറഞ്ഞ് നല്ല പുളിച്ചത് കേൾക്കുന്നുണ്ട്. അതിന് ഒരു കേസ് കൊടുത്തിട്ടും കാര്യമില്ല. ഈ പരിപാടിക്ക് പോയത് ഇത് ഇസ്ലാമിനോട് യോജിക്കാത്ത കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. അതിൽ പലരും ആലോചിക്കാതെ കുടുങ്ങിപ്പോകുന്ന അവസ്ഥ. കുടുംബത്തിനെ രക്ഷപ്പെടുത്തണം. ഇന്ന് വീട്ടിൽ പോയിട്ട് ഈ ക്ലാസ്സിന് ചിലപ്പോൾ നിങ്ങളെ ഭാര്യ വന്നിട്ടുണ്ടാവില്ല. ഓൾക്ക് ഇതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ കൂടിക്ക് ചെയ്യുമ്പോൾ കൊണ്ട് വന്നാൽ ഓൾ ആദ്യം തന്നെ ഇപ്പം തക്കാളി കൊടുന്ന് ഗുണവയ്ക്കും. നമ്മളിവിടെ തല ഉണ്ടാക്കി ഇരിക്കുമ്പോഴേക്കും തക്കാളി കൊടുന്ന് ഗുണവയ്ക്കുന്നുണ്ടാവുക. ഭർത്താവ് വന്നിട്ടുണ്ടാവും, ഭാര്യ വന്നിട്ടില്ല. ഭാര്യ വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഭർത്താവ് വന്നിട്ടുണ്ടാവില്ല. മൂപ്പര് കടയിൽ നിന്ന് കയറി വരുമ്പോൾ സാധാരണ വെണ്ണന്മാര് കൂസലില്ലാതെ കയറി സലാം പറയില്ല, അതിന് മര്യാദകളൊന്നും ഉണ്ടാവില്ല. മൂപ്പര് കയറി വരും. കുടുംബം നന്നായില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്താ? തോണി പോണ പോലെ. ആ തോണിയിൽ ഒരാളൊന്ന് സൈഡ് കാടി കളിച്ചാലേ ഉള്ളൊരു മുഴുവൻ കുടുംബം. ഉറപ്പല്ലേ? ഞാൻ സങ്കടം കൊണ്ട് പറയാം, കോഴിക്കോട് ജില്ലയിലെയും മലപ്പുറം ജില്ലയിലെയും ഒരു അറിയപ്പെടുന്ന കുടുംബം. പക്ഷെ നമ്മളെ ഈ ഇരിക്കുന്ന ഹാളില്ലേ, ഇതിന്റെ ഒരരറ്റും കൂടി ഉണ്ടാവും അയാളുടെ ഹാള്, മെയിൻ ഹാള്. അയാൾക്ക് കോടികൾ നഷ്ടപ്പെട്ട സങ്കടം ഉണ്ടാവില്ല. അയാളുടെ ബിസിനസ് പൊളിഞ്ഞാൾക്ക് സങ്കടം ഉണ്ടാവില്ല. കാരണം അയാൾക്ക് അത് അറിയാം എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങനെ പൈസ കൊണ്ട് കളിച്ചൊരാളാണ്. പക്ഷെ അയാളുടെ മകൾക്കൊരു പ്രശ്നം പറ്റി. അയാൾ ഇരുന്നൊരു മൂലയിലിരുന്നൊരു പാവത്തെ പോലെ ഇരുന്ന് തേങ്ങിക്കരഞ്ഞു. ഉസ്താദേ 10 ദിവസമായി ഉറങ്ങിയിട്ട്. കോടികളെക്കാൾ വിലണ്ട് പ്രിയപ്പെട്ടവരെ ആ മോളുടെ ജീവിതം. അയാളുടെ സമ്പത്തിന്റെ സാമ്രാജ്യങ്ങൾക്കപ്പുറത്താണ് അയാളുടെ ഭാര്യ, അയാളുടെ കുടുംബം. ഈ ചിന്ത എവിടെ നഷ്ടപ്പെടുന്നുവോ അയാൾ ദുരിതത്തിലാണ്. നമ്മുടെ മകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അവർ ജീവിതത്തിന്റെ നേർവഴിയിലെത്താൻ ഈ റമദാൻ കാരണമാകണം. പ്രിയപ്പെട്ടവളോട് പറയണം, ഭാര്യ, പ്രിയപ്പെട്ടവളെ, ഞാൻ നിന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോടൊന്ന് പൊരുത്തപ്പെടും. ഭാര്യ ഭർത്താക്കന്മാർ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പുതിയ ദാമ്പത്യം തുടങ്ങണം. എല്ലാം മറന്ന്, കഴിഞ്ഞതെല്ലാം മറന്ന്, പൊറുക്കൂലാന്ന് പറഞ്ഞ വാക്ക് തിരിച്ചെടുത്ത് എല്ലാം വിട്ടൊഴിഞ്ഞ് നല്ല മനസ്സുകൊണ്ടുള്ള ബന്ധവും നല്ല ശാരീരിക ബന്ധവും നടന്ന് നമ്മുടെ കുടുംബം മുന്നോട്ട് പോകണം. ഞാൻ പറഞ്ഞെന്തറിയോ, ആയത്തിൽ കാണാം നോമ്പിനെ കുറിച്ച്, റമദാനെ കുറിച്ച്, ഖുർആനെ പറ്റി പറഞ്ഞിട്ട് അടുത്ത ആയത്ത് ഉഹില്ല ലക്കും ലൈലത്ത സിയാമി അർറഫസു ഇലാ നിസായിക്കും. രാത്രികാലത്ത് നിങ്ങളുടെ ഇണകളുമായി നിങ്ങൾക്ക് ബന്ധം ചെയ്യുന്നത്, ആ ശാരീരിക ബന്ധം അനുവദനീയമാണ്. അത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ്. പലപ്പോഴും കുടുംബത്തിലെ പ്രശ്നം രാവിലെ നീറ്റ് കുളിക്കണ്ടേ എന്ന കാരണത്താൽ ലൈംഗിക ബന്ധം പോലും മാറ്റിവെക്കണത്, അതോടുകൂടെ അവിടെ ചൊറയുണ്ടാവുകയാണ്. ഞാൻ കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. 80 വയസ്സുകാരന്റെ ജനാസ കൊണ്ടുവന്നു വെച്ചു. 80 വയസ്സുകാരൻ കുളിപ്പിക്കാൻ വെക്കുന്ന സമയത്ത് ഭാര്യ ചോദിച്ചു, ജനാപത്തുകാരനെ കുളിപ്പിക്കണമെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? അതിന്റെ അർത്ഥം എന്താ മനസ്സിലായിണ്ടാവുമല്ലോ. അന്നും അദ്ദേഹം ജനാപത്തുകാരനാണ്. ഇവിടെ കൊല്ലങ്ങളായി ഭാര്യന്റെ കൂടെ കടക്കാത്ത ചെറുപ്പക്കാരുണ്ട്. എന്താണ് നമുക്ക് പറയാനുള്ളത്? കുടുംബം നന്നായില്ലെങ്കിലുള്ള പ്രശ്നം എന്താ അറിയോ? അയാളുടെ നിസ്കാരത്തിൽ ഒരു ഖുശൂ കിട്ടൂല. ഭാര്യ നീട്ടുള്ള വഴക്കേക്കും തലയിൽ. അയാൾ പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നുണ്ട്, ഖുർആൻ ഓതണൊക്കെ ഉണ്ടാവും. അയാളുടെ മനസ്സിന്റെ ഉള്ളിൽ കുടുംബത്തിൽ നിന്നുണ്ടായ അസ്വസ്ഥതകളുടെ വേരുകൾ ഇങ്ങനെ തറച്ചു കയറുന്നുണ്ടാവും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിൽ വെന്തെരിയുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു പാപം തോന്നൂല, സിമ്പതി തോന്നൂല. മലായിക്കത്തുകളുടെ വല്ലാത്ത അവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാവുക. ഒരു മാപ്പും നമുക്ക് അവിടെ നിന്ന് കിട്ടൂല.
കുട്ടികളെയും മക്കളെയൊക്കെ നോമ്പിന് പ്രോത്സാഹിപ്പിക്കുക, സ്വതക്ക പ്രോത്സാഹിപ്പിക്കുക, ഖുർആനുമായി നല്ല ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയുക. തുറക്കണം നമ്മൾ, തുടങ്ങണം നമ്മൾ. ആദ്യത്തെ 10 തന്നെ ഒരു ഖത്മ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഓരോ നമസ്കാരം കഴിഞ്ഞ് ഒരു ജുസ് ഓതാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമുക്ക് റമദാൻ കഴിയുമ്പോൾ 5 ഖത്മ് തീർക്കാൻ പറ്റും. നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളത് നമ്മളാണ് നമ്മുടെ സമയം ക്രമീകരിക്കേണ്ടത്. ഒരു നമസ്കാരം കഴിഞ്ഞാൽ ഒരു ജുസ് ഓതുമെങ്കിൽ വീട്ടിലോ പള്ളിയിലോ എവിടെയായിക്കോട്ടെ 5 ഖത്മ് തീർക്കാം. 3 നിസ്കാരം കഴിഞ്ഞിട്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഖത്മ് ചെയ്യാൻ പറ്റുമോ? 3 ഖത്മ് തീർക്കാം. ഓരോ നമസ്കാരവും കഴിഞ്ഞ് 4 പേജ് ഓതാൻ കഴിയുമോ? നമുക്ക് ഒരു തവണയെങ്കിലും പറ്റും. അവസാനത്തെ 10 പറ്റുമെങ്കിൽ 2 ഖത്മെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഇരുന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട 300ഓളം സ്വഹാബിമാരെ കണ്ട ഹസൻ ബസരി റഹ്മത്തുള്ളാഹി പറയാണ്, തഫഖദുൽ ഹലാബത ഫീ സലാസ്, 3 കാര്യങ്ങളിൽ നിങ്ങൾ മധുരം കണ്ടെത്താൻ ശ്രമിക്കണം. ഒന്നാമത്തേത് ഫിസ്വലാ, നിസ്കാരത്തിലൂടെ. നിസ്കാരത്തിലൂടെ വിഷമം മാറ്റാൻ വേണ്ടി നിസ്കരിക്കുക. നിസ്കാരത്തിലാണ് നമ്മുടെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറയേണ്ട സമയം, അള്ളാഹിനോട് ഇങ്ങനെ പറയേണ്ട സമയം. നിസ്കാരത്തിൽ ആനന്ദം കണ്ടെത്തുക. 2 ഫിദ്ദിക്രി, ദിക്റിലൂടെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചെറിയ ദിക്റി അത്ര സിമ്പിളാണ്. നമ്മളെ ജോലിക്ക് പ്രശ്നമില്ല, പൈസന്റെ ചെലവില്ല, ഒരു ഇടങ്ങറുമില്ലാതെ നമുക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റും. 3 വഫിത്തിലാവ, ഖുർആൻ നന്നായി ഓതി പാരായണം ചെയ്ത് ആസ്വാദനം കണ്ടെത്തുക. എന്നിട്ട് അദ്ദേഹം പറയും, അങ്ങനെ നിനക്ക് സുഖവും ആനന്ദവും കണ്ടെത്താൻ കഴിഞ്ഞാൽ ഫൈനൽ ബാബ യുഫ്തഹ്, നിന്റെ മുമ്പിൽ അള്ളാന്റെ സ്വർഗത്തെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടം തുറന്നു എന്നാണ്. എന്നാൽ നിന്റെ മുമ്പിലെങ്ങാനും ഇതിനൊരു സുഖം കിട്ടുന്നില്ലെങ്കിൽ, ഖുർആൻ ഓതിയിട്ടൊരു രസം കാണുന്നില്ല, ദിക്ർ ചൊല്ലിയിട്ടൊരു സുഖം കിട്ടണില്ല, നിസ്കാരത്തിൽ ഒരു ആനന്ദം കിട്ടുന്നില്ലെങ്കിൽ ഫൈനൽ ബാബ മുഗ്ലഖുൻ, അള്ളാഹു നിന്റെ കവാടം അടച്ചു എന്നേ പറയാൻ പറ്റൂ. നമ്മളാണ് ആനന്ദവും ആസ്വാദനവും ഉണ്ടാക്കേണ്ടത്. അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ടവരെ, ധാരാളക്കണക്കിന് നന്മകൾക്കുള്ള അവസരങ്ങളായി പഠിക്കാനുള്ള, കേൾക്കാനുള്ള പീസ് റേഡിയോ പോലെ ധാരാളം സംരംഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ ഇരുന്ന് ഉപയോഗപ്പെടുത്തുക. സ്വദഖാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, മാറ്റിവെക്കണം. അവനവന് വേണ്ടിയുള്ള ഒരു ഓഹരി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവെക്കണം. ആ ഭർത്താവ് ചിലപ്പം പള്ളിക്ക് കൊടുക്കുന്നുണ്ടാവും, ഭാര്യ ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. ഒരു വിഹിതം അവളുടെ കയ്യിൽ നിന്ന് കിട്ടണം, മകളുടെ കയ്യിൽ നിന്നുണ്ടാവണം, മകന്റെ കയ്യിൽ നിന്നുണ്ടാവണം. സ്വതക്കയുടെ ഓഹരികൾ എപ്പോഴും ഉണ്ടാവണം. ഈ ഒരു സദസ്സുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ബക്കറ്റ് വരുന്നുണ്ടാകും. എന്നോട് പ്രാസ്ഥാനയിൽ പറഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ എങ്കിലും നമുക്കൊരു സ്വതക്ക, ഒരു ഇൽമിന്റെ സദസ്സിന്, മജ്ലിസിന് ദാനം ചെയ്യുന്നതിന്റെ മഹത്വം, മലായിക്കത്തുകളുടെ സാന്നിധ്യമുള്ള ഒരു വേദിക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് നമ്മൾ നന്നായി സ്വതക്ക ചെയ്യുക. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ദാനം ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം ഓർമ്മപ്പെടുത്താനുള്ളത് സക്കാത്ത് കൊടുക്കണം. സ്വതക്ക നമ്മൾ കൊടുക്കും, പറയാതെ കൊടുക്കും. സക്കാത്ത് ആരാ കൊടുക്കേണ്ടത്? സക്കാത്ത് അർഹതപ്പെട്ടവരെല്ലാം കൊടുക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഇന്നത്തെ കണക്കനുസരിച്ച് പറയാ, വെള്ളിയുടെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് കൊണ്ട് പറയുകയാണെങ്കിൽ 62,000 രൂപ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളവരാണെങ്കിൽ, വർഷം തികഞ്ഞതാണെങ്കിൽ, നമ്മൾ അതിന്റെ ആളാണെങ്കിൽ, നമ്മുടെ സ്വന്തമാണെങ്കിൽ, അവർ 2.5% സക്കാത്ത് കൊടുക്കണം. 10 പവന്റെ മേലെ സ്വർണമുണ്ടോ? കൊടുക്കണം. അത് മറ്റോളെ കയ്യിലാണ്, അത് അഞ്ചത്തിന്റെ കയ്യിൽ കൊടുത്തിക്കാണ്, അത് ഇവിടെ സൗകര്യമില്ലാത്തതുകൊണ്ട് മറ്റോളെ വീട്ടിലാണ്, അപ്പൊ ഞാൻ കൊടുക്കണം എന്നാണ് നീ ഉദ്ദേശിക്കണമെങ്കിൽ ഒരു കാരണം നീ തടസ്സമില്ല, നിനക്ക് കൊടുത്തേ പറ്റൂ. പിന്നെ സിംസാറിലൊക്കെ പലതും പറയും, 100 പവണ്ടെങ്കിലും കൊടുക്കണ്ട, 200 പവണ്ടെങ്കിലും കൊടുക്കണ്ട. മൂപ്പർക്ക് ഇപ്പൊ എന്തായാലും സക്കാത്ത് കൊടുത്താലെന്ന്, സകല ദർഗന്റെയും പതാക ഉയർത്താൻ പോണം, മൂപ്പർക്ക് ഇപ്പൊ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ എന്താ? അതിന്റെ മറുഭാഗം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒരൊറ്റ മോതിരം കണ്ടിട്ട് നബി തങ്ങൾ ആ പെണ്ണിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇതിന്റെ സക്കാത്ത് കൊടുത്തു? ഒരൊറ്റ മോതിരം. എന്നെ മനസ്സിലാക്കാലോ, ധരിക്കുന്നതിനും സ്വർണത്തിന് സക്കാത്ത് ഉണ്ട്. അതിന്റെ ഹുസൈൻ സലഫിക്ക് വീഡിയോ തന്നെ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. സഹോദരങ്ങളെ, കൊടുക്കണം. നമ്മൾ കൃഷിക്കാരുണ്ടെങ്കിൽ കൃഷിക്ക് സക്കാത്ത് കൊടുക്കണം. 5% ഉണ്ട്.
ശമ്പളത്തിന് സക്കാത്തുണ്ട്. സക്കാത്ത് കൊടുക്കാത്തവന്റെ മറ്റു കാര്യങ്ങൾ 83 സ്ഥലത്താണ് അഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തണം, വാതവുസ് സക്കാ, സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞത്. നിസ്കാരം ശുദ്ധിയായാ പോരാ, സമ്പത്ത് ശുദ്ധിയാകണം, അതിന് സക്കാത്ത് കൊടുക്കണം. ബാക്കി വരുന്ന വിഹിതത്തിൽ നിന്ന് 2.5% ബാക്കിയുള്ള വിഹിതത്തിൽ നിന്ന് നമുക്ക് സക്കാത്തിന് പുറമെ സ്വതക്കയുണ്ട്. സ്വതക്ക കൊടുക്കുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവണം, ആർക്കാ സക്കാത്തിന് പുറമെ ഞാൻ സക്കാത്തിന്റെ അവകാശികൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. സ്വതക്ക ഞാൻ ആർക്കാ കൊടുക്കേണ്ടത്? ഞാൻ മരിച്ചാലും എനിക്ക് നിലക്കാത്ത പ്രതിഫലം കിട്ടുന്ന സ്വതക്ക. ഒരു പള്ളിക്ക് 1 സ്ക്വയർ ഫീറ്റിന് മുസല്ലക്ക് പൈസ കൊടുത്തു, എന്തുണ്ടാവുക? നമ്മൾ നാളെ മരിച്ചാൽ ആ പള്ളിയിൽ എത്ര കാലം സുജൂദ് നടക്കുന്നുണ്ടോ അതിന്റെ കൂലി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഒരു മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പൈസ കൊടുത്തു, സദക്ക. സക്കാത്ത് കൊടുക്കാൻ പറ്റൂല മദ്രസക്ക്, പള്ളിക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല, സ്വതക്ക കൊടുക്കാം. അത് കൊടുക്കുമ്പോൾ എന്താണ്ടാവുക? ആ മദ്രസയിൽ നിന്ന് എത്ര കുട്ടികൾ ഖുർആൻ ഓതുന്നു, നിസ്കാരം പഠിക്കുന്നു, എത്ര വലിയ നേട്ടമാണ്. ഇതിന്റെയൊക്കെ ഓഹരി കൈപ്പറ്റാം. ഒരു സ്ഥലത്ത് ഇപ്പൊ ഞാനൊക്കെ കേട്ടിട്ടുണ്ട്, ഒറീസയിലും ബീഹാറിലൊക്കെ 10,000-20,000 രൂപയ്ക്ക് കിണർ ഒഴിച്ചു കൊടുക്കും. അവിടെ 100 വീടുകൾക്ക് കിണറുണ്ടാവില്ല. എത്ര നടന്നിട്ടാ പോവാന്നറിയാം. അപ്പൊ ഒരു കിണർ ഒഴിച്ചു കൊടുത്തു. ആ കിണറിൽ നിന്ന് എത്ര കാലം വെള്ളം കുടിക്കുന്നു, എത്ര പക്ഷികൾ അതിൽ നിന്ന് വെള്ളം രുചിക്കുന്നു, എത്ര കുടുംബങ്ങൾക്ക് അതിന്റെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നു, അതിന്റെ ഒക്കെ കൂലി ഈ മനുഷ്യന് സ്വതക്കൊണ്ട് കിട്ടും. പിന്നെ കുടുംബങ്ങളെ പരിഗണിക്കുക, ബന്ധുക്കളെ പരിഗണിക്കുക, അർഹരായവരെ പരിഗണിക്കുക. മാനഖസത സ്വതക്കത്തും മിമ്മാൽ, നമ്മുടെ സ്വതക്ക കൊണ്ട് നമ്മുടെ സമ്പത്തിൽ ഒരു കുറവും വരൂല. ഗൾഫ് പോകുമ്പോൾ നമ്മൾ ഉംറ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഹാജിമാരോട് പറയും, ഉംറ കബൂലാക്കണമെങ്കിൽ അൽബൈക്ക് മേടിച്ച് തിന്നണം എന്ന് പറയലോട്. അതെൻ്റെ ഒരു വെറുതെ ഹുക്കും പറയണ പോലെ ഒരു തമാശക്ക് പറയും. അവിടെ അൽബൈക്കിന്റെ കടയിൽ ഭയങ്കര ഇവിടുത്തെ അൽഫാം പോലെ അവിടെ അൽബൈക്ക് ബ്രോസ്റ്റ് ചിക്കൻ കഴിക്കാൻ വേണ്ടി എല്ലാവരും നല്ല തിരക്കൂട്ടുന്ന സ്ഥലം. അപ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞാലും ആ കടയുടെ തിരക്കിനൊരു കുറവ് കാണാനല്ലേ മാഷാ അല്ലാഹ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാപ്പ, ഈ സംഭവം നടത്തിയിരുന്ന ആളെ വാപ്പാനെ പറ്റി പറയുന്നത്, അദ്ദേഹം മരിച്ചു. അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള കാലത്ത് ഇതിന്റെ ലാഭത്തിൽ നിന്ന് എപ്പോഴും 5% സക്കാത്തല്ല, ഇതിനൊക്കെ പുറമെ പ്രോഫിറ്റിൽ നിന്ന് 5% ചാരിറ്റിക്ക് വേണ്ടി എല്ലാവർക്കും കൊടുക്കും. അദ്ദേഹത്തിന്റെ മകൻ ഏറ്റെടുത്തപ്പോൾ പറഞ്ഞു, ഞാൻ എന്തായാലും തീരുമാനം മാറ്റി, 5 കൊടുക്കണം. നമ്മളെ നാട്ടിൽ തിരിച്ചാണ്, വാപ്പ കൊടുത്തോന്ന് നോക്കണം, ഞാൻ കൊടുക്കണില്ല എന്നല്ലേ പറയാ. അദ്ദേഹം പറഞ്ഞു, ഞാൻ 10% ആക്കി ഉയർത്തി. അദ്ദേഹം പറഞ്ഞു, പണം ഒരാൾ സ്വതക്ക ചെയ്യുന്നതോടെ സ്വതക്കയിൽ കുറവുണ്ടാവൂല, പൈസയിൽ കുറവ് വരൂല, അയാൾ കുടുങ്ങൂല, അയാൾ നശിക്കൂല. ആളിക്കത്തുന്ന തീയിലേക്ക് വെള്ളമൊഴിക്കുമ്പോ ശമിക്കുന്ന പോലെ സ്വതക്ക മനുഷ്യ നിന്റെ പാപങ്ങൾക്കുള്ള ശമനമാണ്. എത്ര സംഭവം കയ്യിലുണ്ടാവണം. ഉംറ ചെയ്യാൻ അവസരമുണ്ടോ? ഉംറക്ക് പോകാനുള്ള ലീവുണ്ടോ? കയ്യിൽ 80,000 റുപ്യ ഉണ്ടെങ്കിൽ 1 മാസം വരെ ചാൻസ് ഉണ്ട്. 80,000 85,000 റുപ്യ. പിന്നെ അതിൻ്റെ ആളൊന്നുമല്ല, അങ്ങനെ മെസ്സേജ് കണ്ടപ്പോൾ വായിച്ചു എന്ന് മാത്രം. ഒരു ബാച്ചിലേഴ്സ് ബാച്ചൊക്കെ പോകുന്നുണ്ട്, 70,000 80,000 റുപ്യ പോയപ്പോൾ 1 മാസം ഹറമിൽ പോയിരിക്കും. ആർക്കെങ്കിലും അവസരമുണ്ടോ? റമളാനിലെ ഒരു ഉംറനെ കുറിച്ച് പറഞ്ഞു, എന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമുണ്ടാകും. തൗബ ചെയ്യാൻ മടിക്കണ്ട. തെറ്റു സംഭവിച്ച മനുഷ്യരോട് തൗബ ചെയ്ത് പശ്ചാത്തപിക്കുന്ന ഭാഗമാണ്. അയാളോട് പൊരുത്തപ്പെടിക്കണം. ഒരാളെ പറ്റിച്ചിട്ടുണ്ടോ? അയാളോട് മാപ്പാക്കണം. ഒരാളെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞു നടന്നിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോ, നമ്മൾ ഒരാളെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടോ? അയാളോട് പോയിട്ട് പറയണം, സംഭവിച്ചിട്ടോ, ക്ഷമിക്കണം കേട്ടോ. എന്നിട്ട് വേണം അല്ലാഹ് പൊറുക്കണേ എന്ന് പറയാൻ. അമ്മായിമാനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? പറയണം, മാപ്പ് ചോദിക്കണം. മരുവളെ ഇടങ്ങറാക്കിയിട്ടുണ്ടോ? മാപ്പ് ചോദിക്കണം. അമ്മായിമയും മരുവളും തമ്മിൽ പ്രശ്നമില്ലാത്ത ഏക സ്ഥലം കണ്ണൂരാണ്. ബാക്കി ഏത് അംഗപ്പെട്ടവരാണെങ്കിലും എന്തെങ്കിലും ദുൽമുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഒറ്റ പരിഹാരം എന്താ? ഭാര്യ വീട്ടിലാണ് അവിടെ ഭർത്താവ് താമസിക്കുക. അപ്പൊ ഒരു പരാതിയില്ല. ചങ്ങായിക്ക് എപ്പോഴും ഒഴിവുണ്ടാകുമ്പോൾ അവിടെ പോയാൽ ഓന്റെ പ്രശ്നം കഴിഞ്ഞു. ഓളുമ്മയും തമ്മിൽ സുഖമായിട്ട് അവിടെ ജീവിച്ചു. ഓളമ്മാനെ ഓള് നോക്കും. മാപ്പിള എന്ത് ചെയ്യണം? ഇടക്കിടക്ക് നമ്മൾ ഭാര്യ വീട്ടിൽ പോകണം. മൂപ്പര് ഇടക്കിടക്ക് എന്നും ഭാര്യ വീട്ടിൽ പോകണം. ഭാര്യ വീട് നോക്കണം, മൂപ്പര വീട് നോക്കണം. അത്രേ ഉള്ളൂ. 2 ചെലവുണ്ടാക്കണം. ശരി, ഞാൻ പറഞ്ഞത് പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്താ ചെയ്യാ? പൊരുത്തപ്പെടിക്കണം. ഇനിയിപ്പോ മൂപ്പത്തേരോട് ഞാൻ പോയി മാപ്പ് ചോദിച്ചാൽ അതിപ്പോ ഒരു പ്രശ്നം ഉണ്ടാവുമോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല.
അതിനുണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ. ഞമ്മക്ക് നമ്മളെ അമലാണ് പ്രധാനം. തായിബു, ഒരു തെറ്റു ചെയ്ത് പശ്ചാത്തപിച്ചു മടങ്ങുന്നവൻ, മിനദ്ദംബി, പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്താൽ, കമല്ലാ ദംബ ലഹു, പാപം ചെയ്യാത്തവനെ പോലെയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വൃത്തിയാക്കുന്നവരെ അള്ളാഹു നന്നായി ഇഷ്ടപ്പെടുന്നു. തൗബ ചെയ്യുന്നവരൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. മാപ്പ് കൊടുക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഒരു പ്രശ്നമില്ല. അതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് ഖൈറാണ് അതുകൊണ്ട് സമ്മാനിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാര് ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഈ രംഗത്ത് സംഭവിക്കുന്ന ഏതെങ്കിലും അപജയങ്ങൾ, ചില ആളുകളെ കുറിച്ചൊക്കെ ഉലമാക്കന്മാർ പറയാറുണ്ട്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്ന അബദ്ധങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ളിയാഉ ഔഖാത്തിൻ ഫി ഇഅദാദി ത്വആമി, ഒരു കിതാബിൽ കാണാൻ സാധിക്കും സ്ത്രീകൾക്ക് റമദാനിൽ സംഭവിച്ച അബദ്ധങ്ങൾ. അറബി കിതാബാണ്. അപ്പോൾ അതിലിങ്ങനെ അദ്ദേഹം ഒന്നാമത് കൊടുത്ത വിഷയം, ഭക്ഷണം ഉണ്ടാക്കിയിട്ടും അതിൻ്റെ പരിപോഷിപ്പിക്കലുമായി നടന്ന് സമയം കളയുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് വലിയ അബദ്ധമാണ് റമദാനിൽ സംഭവിക്കുന്നത്. തിന്നാതിരിക്കാനാണ് റമദാന്. അപ്പോൾ ഇവിടെ ചില ആൾക്കാർ പറയും, ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചത് റമദാനിലാണ്, ഞാൻ പുഡിങ് ഉണ്ടാക്കാൻ പഠിച്ചത് റമദാനിലാണ്. അത് പഠിക്കാനുള്ളതല്ല ഈ റമദാൻ. പുതിയ പുതിയ വിഭവങ്ങൾ പരീക്ഷിക്കാനുള്ളതല്ല. ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സമയം അകാരണമായി കളയുന്നവർ, അവർക്ക് സംഭവിക്കുന്ന അപജയമാണ്, അബദ്ധമാണ് റമദാനിൽ എന്ന് സൂചിപ്പിച്ചത്. 2, ളിയാഉൽ ഔഖാതു ബിൽ ലൈലി ബിസിയാറ, സ്ത്രീകളിൽ പലരും രാത്രി സമയം വെറുതെ, പിന്നെ കറപ്പ്, പ്രത്യേകിച്ചും ചൂടല്ലേ, അപ്പൊ രാത്രിയാണ് ഫുള്ള് ഷോപ്പിംഗ്, കറക്കം, കുടുംബക്കാരോടെ പോക്ക്, മകളെത്ത് പോക്ക്, മകനെ കാണാൻ പോക്കൊക്കെ രാത്രി. ആളുകളുടെ വിചാരം റമദാന്റെ രാത്രി ആയാല് പിന്നെ പ്രത്യേകിച്ച് പോരിശൊന്നുമില്ല എന്നാണ്. എന്റെ സുഹൃത്തുക്കളെ, പകല് പോലെ തന്നെ റമദാന്റെ രാത്രി. ഫി കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും നരകമോചനുണ്ട് എന്ന് പറഞ്ഞ ഹദീസില്ലേ. ലൈലത്തുൽ ഖദർ എപ്പോഴാ? രാത്രിയാണെന്ന് പറഞ്ഞതല്ലോ. നേരം പുലരുവോളം അവിടുന്ന് പ്രഭാതത്തിൽ ശാന്തമായ അള്ളാഹുവിന്റെ വലിയ റഹ്മത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞല്ലോ. രാത്രിക്കും സവിശേഷത ഉണ്ട്. മൂന്നാമത്തേത് ഖുറൂജുൻ നിസാഇ ഇലൽ മസ്ജിദ്, ചില സ്ത്രീകൾ പള്ളിയിലേക്ക് പോകും. ലിസ്വലാത്തിൽ ഇശാഇ വ തറാവി ഇശാക്ക് നിസ്കരിക്കാൻ. ബിലിബാസി സീനതി വ തഅത്തുരി, നല്ല അടിപൊളി സുഗന്ധമൊക്കെ പൂശി നല്ല മൊഞ്ചാക്കിയിട്ടാ പോകുക. പള്ളിയൊന്നും പറയണ്ട, മരിച്ചോടത്തേക്ക് വരെ മേക്കപ്പ് ഇട്ടിട്ടാ പോണത്. ഈ കൗമ പള്ളിക്ക് പോയാൽ എന്തായിരിക്കും ഉണ്ടാവുക? തന്നെ ബാഗൊക്കെ പൂശി, ആ ബാഗിൽ ഉണ്ടാകും സാധനങ്ങളൊക്കെ. ഒന്ന് കാറ്റുകൊള്ളുമ്പോഴത്തേന് പാരി തേക്കും. എന്തിനാണ് ഇവർ പോണത്? എന്താണ് ഇതുകൊണ്ടുണ്ടാവുന്നത്? ചില സാധനങ്ങൾ നമ്മളെ കയ്യുമ്മ ആയാല് അത് നീക്കം ചെയ്യാതെ ഓളും കൂടി ശരിയാവൂല. നഖത്തുമ്മ കിടന്ന പല സാധനങ്ങൾ യൂട്ടേഴ്സൊക്കെ ഉണ്ടല്ലോ. കയ്യുമ്മ വെള്ളം ചേരാത്ത സാധനം നമ്മുടെ ഒളുവിന്റെ അവയവത്തിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഒളു ശരിയാവൂല. ഒളു ശരിയായില്ലെങ്കിൽ ലാ സ്വലാത്ത ലിമൻ ലാ വുളൂഅ ലഹു, ഒളു ഇല്ലാത്തവർക്ക് നിസ്കാരമല്ല. കല്യാണത്തിനൊക്കെ ഇപ്പം എന്താ അവിടെ പോകുന്ന പറയേണ്ട ആവശ്യമില്ലല്ലോ. പള്ളികളിൽ ഇത്തരത്തിലുള്ള അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അതുണ്ടാക്കരുത്. സുഗന്ധം പൂശിക്കൊണ്ട് സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല. ആഡംബരങ്ങളും അതുപോലെ തന്നെ ആളുകൾ ആകർഷിക്കുന്ന രീതിയുമായി അവർ പുറത്തിറങ്ങാൻ പാടില്ല. ഹദീസിൽ എന്താ പറഞ്ഞേ? അയ്യുമംറഅത്തിൻ ഇസ്തഅതറത്, സുഗന്ധം പൂശി അങ്ങാടിയിൽ ഇറങ്ങുന്ന പെണ്ണ്, ഫഹിയ സാനിയത്തുൻ, അവർ സാനിയകളാണ്, വേശ്യകളാണ്. ഓ, ആ വാക്ക് ഒന്ന് കേട്ടുപോർക്കുന്നില്ല. വഴിയിന്നും പള്ളിയെന്നൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ആണുങ്ങളെ നടുക്കൂടെ അട്ടേക്കൂടെ തട്ടി ഉരുമ്പി മുട്ടി തെറിപ്പിച്ചിട്ട് നടക്കുന്ന സ്വഭാവം പല സ്ത്രീകളിലും റമദാനിൽ കാണുന്നതാണ്. റമദാനിലാണ് ഇവർ ഇബാദത്തിനൊക്കെ പുറത്തിറങ്ങുക. ഹദീസുകൾ കാണാം, സ്ത്രീകളോട് അവർ ഹാഫാതി ത്വരീഖ്, വഴിയുടെ ഒരു ഓരത്തുകൂടെ, ഒരു സൈഡിൽ കൂടെ നടന്നുപോയി. മറ്റുള്ളവനെ തൊട്ടാതെയും ചാരാതെയും നിങ്ങൾ നടന്നു പോകുമെന്ന് പറഞ്ഞ ഹദീസ് കാണാൻ സാധിക്കും. ചില സ്ത്രീകളുണ്ട്, അവര് ഹൈദോ നിഫാസോ കാരണം കൊണ്ട് നോമ്പെടുക്കാൻ പറ്റാത്തവരായിരിക്കും. എന്നാൽ അവർ റമദാനിൽ മറ്റു ഇബാദത്തും തടസ്സം നിൽക്കുന്നു. ഒരു ദിക്ർ ചൊല്ലണില്ല, ഒരു പ്രാർത്ഥനയില്ല, എനിക്ക് നോമ്പില്ലല്ലോ.
സഹോദരിമാരെ കേൾക്ക് നിങ്ങൾ, നിനക്ക് റമദാനിന്റെ ഈ ചാൻസിലെല്ലാം പറ്റാത്തത് നിസ്കാരാണ്, ഖുർആനിന്റെ തൊടലാണ്, തവാഫാണ് പറ്റാത്തത്, നോമ്പാണ് പറ്റാത്തത്. ദിക്ർ ചൊല്ലാം, ദുആ ചെയ്യാം, സദഖ ചെയ്യാം, ഖിറാഅത്തുൽ കുതുബ് നല്ല പുസ്തകങ്ങൾ വായിക്കാം, വതഫഖഹു ഫിദ്ദീൻ മതത്തിൽ നല്ല പാണ്ഡിത്യം നേടാം. ഇതൊക്കെ ചാൻസാണ്. രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ ചൊല്ലാം, പ്രാർത്ഥനകൾ ചൊല്ലാം, ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫജ്റിന് മുമ്പ് കുളിച്ച് ശുദ്ധിയാകേണ്ടുന്ന ഹൈദിന്റെയോ നിഫാസിന്റെയോ ഘട്ടത്തിലാണെങ്കിൽ കഴിയുമെന്നുണ്ടെങ്കിൽ അവർ അത് ഫജ്റിന് മുമ്പ് തന്നെ കുളിച്ച് വൃത്തിയായിട്ട് പ്രവേശിക്കാൻ പറ്റും. ഇനിയിപ്പോ ഏതായാലും ഇന്നത്തെ ദിവസങ്ങൾ കഴിഞ്ഞു പോട്ടെ, നാളെ കുളിച്ച് ശുദ്ധിയാകാന്ന് വിചാരിക്കാതെ റമദാനിൽ ഒന്ന് കിട്ടുമെങ്കിൽ അത് നേടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആറാമത്തേത് ഇസ്തിഗാൽ ഫിൽ അശ്റിൽ അവാഖിർ ബിത്തജ്ഹീസ്, അവസാനത്തെ 10 ഫുള്ള് ഷോപ്പിംഗ് ആയി ഒരു കടയിൽ പോണു, കുറച്ചെടുക്കണു, അടുത്ത കടയിൽ പോണു, ബാക്കി എടുക്കണു, എന്നിട്ട് ഈ കടയത്തേക്കാൾ നല്ലത് ആ കടയിലെന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകണു. ടെക്സ്റ്റൈൽസുകാർ, നമ്മളൊരു സഹോദരൻ ടെക്സ്റ്റൈൽസ് നിന്ന് രാജിവെച്ച് ജോലി വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി പോയി. എന്തേ? റമദാനുമില്ല, ഖിയാമുല്ലയിലില്ല, തറാവിയില്ല, സുബിയില്ലാതെ രാത്രി രാവിലെ വരെ തന്നെ പരിപാടി. നമ്മളെ ആൾക്കാരെ മലപ്പുറക്കാരാണ് ഇതിൽ കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് കുറെ പരാതി ഇങ്ങനെ കേൾക്കണം. ചുരുക്കി ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ മുമ്പ് കഴിഞ്ഞു പോയ പോലെ ഒരു ഒഴുക്കൻ മട്ടിൽ കടന്നു പോകുന്ന ഒരു റമദാനായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ചുള്ള ഉപദേശത്തിൽ കാണാം, കസ്വലാത്തിൻ മുവദ്ദിഇൻ, അവസാനത്തെ നമസ്കാരക്കാരനെ പോലെ നീ നിസ്കരിച്ചോ. നിസ്കരിക്കുമ്പോൾ അവസാനത്തെ എൻ്റെ നിസ്കാരമാണ് എന്ന രൂപത്തിൽ നിസ്കരിച്ചോ, നിനക്ക് ഭക്തി ഉണ്ടാവും. അതേപോലെ ഈ റമദാൻ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ റമദാനാകുമോ എന്നറിയില്ല. وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير. നാളെ എന്ത് സമ്പാദിക്കും, എന്ത് ചെയ്യാൻ പറ്റും അറിയില്ല, നീ എവിടെ വെച്ച് മരിക്കും അറിയില്ല. ദുബൈയിൽ നിന്ന് മക്കളുടെ അടുത്തെല്ലാം പോയി മക്കളോടൊപ്പം 2 മാസം താമസിച്ചെല്ലാം കഴിഞ്ഞ് സ്ഥലങ്ങളൊക്കെ കറങ്ങിയെല്ലാം കഴിഞ്ഞ് മക്കള് നാട്ടിലേക്ക് വാപ്പനെയും ഉമ്മയെയും കയറ്റിവിട്ടു. അവിടുന്ന് കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങി തലശ്ശേരിയിലേക്ക് പോകുന്ന വഴിയിൽ കാറിൽ ഇരുന്നു കൊണ്ട് വാപ്പയങ്ങ് മരിച്ചു. അപ്പൊ 2 മാസം അവിടെ വരാനും താഴത്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനും ആ കാറിൽ കയറിയിരിക്കാനുള്ള യോഗമുണ്ട്. നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കുന്നു, പിന്നെ കിടത്തുന്നു. സഹോദരങ്ങളെ, നമ്മളാരെങ്കിലും ഒരാൾ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരു മരണം സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എമർജൻസി സംഭവിച്ച് ഇവിടുന്ന് അടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എവിടെയാണ് സുബൈർ എന്ന് ചോദിക്കും. ആശുപത്രിയിലെത്തുന്നത് വരെ മുഹമ്മദ് എവിടെ, അഹമ്മദ് എവിടെ, കബീർ എവിടെ, സലാം എവിടെ ചോദിക്കും. ആശുപത്രിയിൽ നിന്നൊരു മെസ്സേജ് വരുന്നു വാട്സപ്പിൽ, ഇന്നയാൾ ഇന്ന സംഭവത്തിന് കാരണം കൊണ്ട് മരണപ്പെട്ടിരിക്കുന്നു. കുറെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ അങ്ങനെ സമാധാനിച്ചിരിക്കും. പക്ഷേ പിന്നെ നമ്മൾ ചോദിക്കുന്നത് മയ്യിത്തെവിടെയാണുള്ളത്, മയ്യിത്തെപ്പ പട്ടാമ്പിയെത്തും, മയ്യിത്തെപ്പ നാട്ടിലെത്തും, മയ്യിത്തെപ്പ ഇവിടെത്തി. പിന്നെ മയ്യിത്ത് എന്ന സംസാരത്തിലേക്ക് നമ്മൾ മാറുകയാണ്. പൊന്നുപ്പ എന്ന വിളിയും മക്കൾ മാറ്റുമേ, ഉടൻ മയ്യിത്ത് എന്ന പേരു മാത്രമാകുമേ. പിന്നെ നമ്മൾ മയ്യിത്താണ്. പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ പോലും നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് മയ്യിത്ത് കുളിപ്പിക്കാനായോ എന്ന് ചോദിക്കുക. നമ്മളേറെ സ്നേഹിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ ചോദിക്കുന്നത് മയ്യിത്ത് കൊണ്ടുപോകാനായോ എന്നാണ്. ആ പേരിന്റെ സ്ഥാനം മാറി. നമ്മൾ ഉപയോഗിച്ചിരുന്ന പാകമായ നമ്മുടെ വസ്ത്രം പറ്റുന്ന ഒരാൾക്ക് വീട്ടുകാർ കൊടുക്കും. നമ്മുടെ ഫോണ്, നമ്മുടെ വാച്ച്, നമ്മുടെ സാധനങ്ങൾക്ക് വേറെ വേറെ ആളുകളെ കയ്യിലെത്തും. നമ്മൾ കെട്ടിപ്പിടിച്ച് നടന്ന ചിലപ്പോൾ നമ്മുടെ അനന്തര സ്വത്ത് നമുക്ക് ഇഷ്ടത്തോരെ കൈ കൊടുക്കേണ്ടി വരും. ചിലപ്പോ അയാൾ അനന്തരാവകാശയാണോ, അയാൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടല്ലോ എന്ന് നോക്കൂല, അത് കൊടുത്തിരിക്കും. പ്രിയപ്പെട്ട ഭാര്യമാരെ, നമ്മുടെ മണിയറയിൽ നമ്മൾ മരിച്ചാൽ സ്വാഭാവികമായും ഭർത്താവിന് മറ്റൊരു ആള് വന്നേ പറ്റൂ, പുതിയൊരാൾ ബെഡ്റൂമിലെത്തും. നമ്മൾ കബറടക്കി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മക്കൾ കുറച്ച് ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കും. ചിലപ്പോൾ അന്ന് തന്നെ വൈകുന്നേരത്തെ ഓല് ഫോണും റീൽസും തോണ്ടിയിരുന്ന് നമ്മളെയൊക്കെ അവർ കൈവിട്ടു പോകും. നമ്മുടെ കബറിൽ നമ്മൾ മാത്രമാകുന്നൊരു ദിവസം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കബറിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ കല്യാണം കഴിച്ച നേതാവാണ്. റോമാക്കണ്ടത് ദാനം ചെയ്ത മനുഷ്യനാണ്. 2 ഹറമിന്റെയും വിപുലീകരണത്തിന് പൈസ കൊടുത്തയാളാണ്. ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന കാലത്ത് ഒരുപാട് വിഭവങ്ങൾ സ്വതക്ക ചെയ്ത മനുഷ്യനാണ്.
ഉസ്മാനും ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാണെന്ന് ഹദീസ്. ഖബർ ഇങ്ങനെ കണ്ടപ്പോ കരയുന്ന കേട്ടപ്പോ ചോദിച്ചു, എന്ത് പറ്റി മഹാൻ? അവിടുന്ന് പറഞ്ഞു, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ ഒരു മനുഷ്യന്റെ പരലോകത്തേക്കുള്ള ഒന്നാമത്തെ വീടാണ്. അവിടെ രക്ഷപ്പെട്ടാൽ അയാൾ രക്ഷപ്പെടും, അവിടെ കുടുങ്ങിയാൽ അയാൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ശിക്ഷ തന്നെയാണ്. നമുക്ക് സ്വർഗം വേണം. ആരൊക്കെ നമ്മളെ പരിഹസിച്ചാലും, ആരൊക്കെ പുച്ഛിച്ചാലും, താടിയെ പരിഹസിച്ചാൽ, സുന്നത്തിനെ പരിഹസിച്ചാൽ, ഹദീസുകളെ പുച്ഛിച്ചാൽ, നമ്മുടെ ദഅവത്തിനെ കൊച്ചാക്കിയാൽ, ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് നമ്മളെ തളർത്തിയാൽ, നമ്മുടെ പണ്ഡിതന്മാരെ വെച്ചുകൊണ്ട് മോശമായി അപകീർത്തിപ്പെടുത്തി സംസാരിച്ചാൽ നമുക്ക് നഷ്ടമെന്താ? സ്വർഗം കിട്ടുമെങ്കിൽ നീ ക്ഷമിച്ചോ. ജസാഉം ബിമാ സബറു ജന്നത്തും ഹരീറാ. സ്വർഗം കൊടുക്കും ക്ഷമിക്കുന്നവർക്ക്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ കാലത്തിലും. കളിയാക്കുന്നവർ കളിയാക്കട്ടെ. സ്വർഗം നിനക്ക് കിട്ടുമെങ്കിൽ, സ്വർഗത്തിന്റെ അവസാനത്തെ സ്റ്റേജിൽ അവസാനത്തൊരു നന്മ കൊണ്ട് പ്രവേശിക്കുന്ന, ഏറ്റവും ചുരുങ്ങിയ നന്മ കൊണ്ട് കയറി വരുന്നവൻ ദുനിയാവിലെ 10 രാജാക്കന്മാർ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ സുഖത്തിലാണ്. ആ സ്വർഗാണ് നമ്മൾ സ്വപ്നം ഉണ്ടാവേണ്ടത്. നരകത്തിൽ നിന്ന് മോചനമുണ്ടെന്ന് പഠിപ്പിച്ച റമദാൻ നമ്മുടെ നരകമോചനത്തിന് കൊതിക്കണം. മനുഷ്യനും കല്ലും കത്തിക്കുന്ന നരകം. ഒരു തൊലി ഇങ്ങനെ വെന്ത് ഉരിഞ്ഞുരുങ്ങി അങ്ങോട്ട് തീർന്നാൽ സുമ്മ ബദ്ദൽനാഹും ജുലൂദ, പുതിയ തൊലി തന്നിട്ട് വീണ്ടും ശിക്ഷിക്കുന്നതാണ്. 42 മുഴം തൊലിക്ക് കനമുള്ള അത്രയും അവസ്ഥയുണ്ടാക്കുന്നതാണ്. അണപ്പല്ല് ജബലുഹുദോളം വലുപ്പമുണ്ടായിരിക്കുമെന്ന ഭീകരമായ അവസ്ഥയായിരിക്കും. ആ നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് സ്വർഗത്തിലാണ് നമ്മൾ എത്തേണ്ടത്. അതികഠിനമായ ഒരു ദാഹമാണ് അവർക്കുള്ളത്. പതക്കുന്ന ചീഞ്ചലമാണതിൽ കുടിക്കുന്നത്. അതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ ദയ്യാനേ, അതിനായി ദുആ ചെയ്യുന്നു യാ ഹന്നാനേ. ആ പതക്കുന്ന ചീഞ്ചലം എടുത്ത് കുടിക്കാൻ കൊടുക്കുന്ന, സക്കൂമും അസ്ലീനും അടക്കമുള്ള വരിയടക്കമുള്ള ഭക്ഷണം കൊടുക്കുന്ന, നല്ലപോലൊരു ജീവിതവുമില്ല, എന്നാൽ അങ്ങ് മരിച്ചു നശിക്കുമോ അതുമില്ലാത്ത ആ നാറുല്ലാഹിൽ മൂഖദ, ആളിക്കത്തുന്ന തുളച്ചു കയറുന്ന ഒരു നരകത്തീ, അള്ളാന്റെ തീയാണ്. അതിന്ന് രക്ഷപ്പെടണം. എല്ലാം ഒഴിവാക്കണം. അനാവശ്യങ്ങൾ ഒഴിവാക്കണം, അവിഹിതങ്ങൾ ഒഴിവാക്കണം, അധാർമികതകൾ ഒഴിവാക്കണം, അശ്ലീലങ്ങൾ ഒഴിവാക്കണം, കണ്ണുകളെ നിയന്ത്രിക്കണം, സംസാരത്തെ നിയന്ത്രിക്കണം, നമ്മുടെ ജീവിതത്തെ ശുദ്ധമാക്കണം. നല്ല മനോഹരമായ ദാമ്പത്യ ജീവിതം വേണം. മക്കളോട് നല്ല ബന്ധങ്ങൾ പാലിക്കാൻ കഴിയണം. നരകത്തിന്റെ മുമ്പിലങ്ങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ പറയും, നരകത്തിന്റെ കുറ്റവാളികൾ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ഞാൻ എന്റെ ഉമ്മ വെച്ച ചുംബിച്ച, എന്റെ പാലൂട്ടി വളർത്തി എന്റെ മക്കളെ ഞാൻ നരകത്തിലേക്ക് തരാ. എന്റെ ഭാര്യയെ തരാ, എന്റെ ജ്യേഷ്ഠാനുജന്മാരെ ഞാൻ നരകത്തിലേക്ക് തരാ. എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ മുഴുവൻ ഞാൻ തരാ. ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെ ഞാൻ നരകത്തിലൊന്ന് തരാം. എനിക്ക് പ്രശ്നമല്ല, എന്റെ ഉമ്മ പ്രശ്നമല്ല, ബാപ്പ പ്രശ്നമല്ല, മകള് പ്രശ്നമല്ല, ഒക്കെ തരാ. എന്നെ ഒന്ന് നരകത്തുനിന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്ന് കെഞ്ചി നോക്കും അവൻ. അള്ള പറയും, വേണ്ടട്ടോ, നിന്റെ സംസാരം ഇവിടെ വേണ്ട. ശവായെ പോലെ തൊലി ഉരിച്ച് വെന്ത് കരിച്ച് നരകത്തിലിട്ട് കരിക്കുമെന്നത് അള്ളാന്റെ ഖുർആനാ പഠിപ്പിക്കുന്നത്. രക്ഷപ്പെടണം. ഇതൊക്കെ കഴിയും. ഇതൊക്കെ ഇങ്ങനെ നടക്കും. നമ്മളില്ലെങ്കിലും ഇടവണ്ണ അങ്ങാടി ഇങ്ങനെയൊക്കെ പോവും. നമ്മളില്ലെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ എങ്ങനെയൊക്കെ ജീവിക്കും? നമ്മൾ പോയാലേ നമ്മളെ കട തുറക്കും. നമ്മളില്ലെങ്കിൽ ഇവിടുത്തെ എല്ലാം നടക്കും. നമുക്ക് നമ്മളേ ഉള്ളൂ. നമ്മുടെ സ്വർഗം, നമ്മുടെ നരകം, നമ്മുടെ അമലുകൾ, നമ്മുടെ ഇബാദത്തുകളെ അടിസ്ഥാനമാക്കി, ഈമാനിനെ അടിസ്ഥാനമാക്കിയാണ്. അത് ശ്രദ്ധിക്കാൻ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മുടെ മക്കൾ പുതിയ ചർച്ചയിലാണ്. എല്ലാ മീഡിയകളിലും മക്കളെക്കുറിച്ചുള്ള വല്ലാത്ത വിഷമിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കും. ലഹരിയുണ്ട്, ലിബറലിസമുണ്ട്,
അല്ലേ? മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുള്ള ഓരോരുത്തരും ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ നമ്മുടേതായി, നമ്മുടെ കുടുംബത്തിന്റെ അത്താണികളായി നല്ല മക്കളാകാൻ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. 1-ാമത്തെ വയസ്സ് മുതൽ 7-ാമത്തെ വയസ്സ് വരെ നമ്മുടെ മക്കളുടെ കൂട്ടുകാരെ പോലെ, അല്ലെങ്കിൽ ഒരു കളിക്കൂട്ടുകാരനായി കളിക്കാൻ 7 വയസ്സ് വരെ കളിക്കൂട്ടുകാരനായിട്ട് പ്രവർത്തിക്കുക. പന്തട്ടി കൊടുക്കുക, ബാറ്റട്ടി കൊടുക്കുക. മുതുകത്ത് കയറി നിന്ന് കളിച്ച ഹദീസുണ്ട്. നബിതങ്ങൾ വെള്ളിപ്പ പേരക്കുട്ടികൾക്ക് ഇങ്ങനെ മുതുകത്ത് കയറി കളിച്ചു. നിസ്കരിക്കാൻ നിന്നപ്പോ സുജൂദിൽ കുറെ നേരങ്ങൾ കടന്നു നീക്കണ് കാണല്ലോ. നിസ്കാരം കഴിഞ്ഞ് സഹാബത്ത് ചോദിച്ചു, എന്താ നബി വഹ്യ് വന്നീന്നോ? സുജൂദിൽ കുറെ നേരം ഉണ്ടായിരുന്നല്ലോ. എന്റെ മുതുകത്ത് ആളുണ്ടായിരുന്നു, പേരക്കുട്ടിണ്ടായിരുന്നു. അവൻക്കൊരു പ്രയാസാകണ്ടെന്ന് വിചാരിച്ചു. കുട്ടികളെ 1-ാമത്തെ വയസ്സ് മുതൽ 7-ാമത്തെ വയസ്സ് വരെ നല്ല കളികളിലൂടെ കൂടെ നിൽക്കുക. നേരല്ല എന്ന് പറയരുത്, പറ്റിയില്ല എന്ന് പറയരുത്. നമ്മൾ അടുക്കള തിരക്കും നമ്മളെ വേറെ തിരക്കും കാരണം കൊണ്ട് കുട്ടീൻ്റെ കൂടെ കളിക്കാൻ പറ്റിയില്ല എന്ന് പറയരുത്. 7-ാമത്തെ വയസ്സ് മുതൽ 14-ാമത്തെ വയസ്സ് വരെ ആദബ് പഠിപ്പിക്കുക. എങ്ങനെ മുടി വെട്ടണം, എങ്ങനെ ഡ്രസ്സ് ധരിക്കണം. ഒരു മഫ്ത ഇങ്ങനെ പേര് ചുറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡ് കൂട്ടുണ്ട്, ഒരു സൈഡ് കാണുന്നുണ്ട്, ഒരു സൈഡ് ഓപ്പണാണ്, ഒരു സൈഡ് കവർ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സ് ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ ഒരു വഴിയില്ല. ആണാണോ പെണ്ണാണോന്ന് അറിയില്ല. ചിലപ്പോൾ ചില ചങ്ങായിമാർ ചില ചെക്കന്മാരെ പിന്നാലെ പോയി തിരിഞ്ഞു നോക്കുമ്പോഴെ ചെക്കനാന്നറിയാം. മുടിയൊക്കെ കെട്ടി ഇങ്ങനെ കുട്ടി വെച്ചിട്ടുണ്ട്. പാന്റ് കുപ്പായൊക്കെ ചെക്കൻ സംഭവം ചെക്കനാണ്. പെൺകുട്ടികളോട് ചില പെൺകുട്ടികൾ മുടി കട്ടിയത് ചെക്കന്മാരെ മാറി മുടി പടച്ച് കട്ടിയതാണ്. മുസ്ലിം കുടുംബങ്ങളിൽ വരെ ചോദിക്കും, എന്താ മുടിനെ കട്ടിയത്, എന്താ ക്യാമനാളാവോ, എന്താ ആകാശം പൊളിഞ്ഞാടോ. 14 വയസ്സ് വരെ അദബ് പഠിപ്പിക്കണം. നമ്മൾ +2 അന്നാ ഉപദേശിക്കാൻ തുടങ്ങുക. 9 മാസം എത്തുമ്പോഴേ നമ്മൾ വയൽ വരാൻ തുടങ്ങുക. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നല്ല ശീലങ്ങൾ ഇങ്ങനെ കൂടെ ചേർന്ന് കൊടുക്കണം. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം? നിങ്ങളൊരു കൗൺസിലിങ്ങിനും പോകണ്ട, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. 14 മുതൽ 21 വയസ്സ് വരെയുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത് സ്വഹിബുഹു സബ്അൻ, സുഹൃത്തുക്കളെ പോലെ പെരുമാറാം. നമ്മളെ ചെക്കൻക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അവന്റെ മനസ്സിലിങ്ങനെ കാരണം എന്റെ ഉപ്പാനോട് പോയി പറഞ്ഞ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ തിരിച്ചാണ് കൊന്നാലും ശരി വാപ്പാനോട് പറയരുതട്ടോ. ഇതാ നമ്മളെ കുട്ടികളെ നമ്മളെ കോളേജിൽ നിന്ന് നമ്മള് പല വിഷയങ്ങൾ ചെല്ലുമ്പോൾ അവൻ കരഞ്ഞ് കാല് പിടിക്കും. എത്ര വേണമെങ്കിലും തരാൻ തയ്യാറ്. വാപ്പാനോട് പറയരുതട്ടോ. നമ്മുടെ പെൺകുട്ടി പുറത്തിറങ്ങിപ്പോയി ഏതോ ഒരു ചങ്ങാതി ബാക്കിൽ വന്ന് തോണ്ടി, അല്ലെങ്കിൽ ആരോ ഫോൺ കാണിച്ച് എന്തൊക്കെയോ കാട്ടി, നമ്മുടെ കുട്ടിക്ക് നമ്മുടെ വീട്ടിൽ വന്ന് പറയാൻ കഴിയും. നിന്റെ ഉമ്മാനോട് പോയി പറഞ്ഞാൽ ഒരു സുഹൃത്താണോ നമ്മളോട് വന്ന് പറയും. ഇപ്പൊ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ നിൽക്കുന്ന പട്ടാളക്കാരന്റെ മാരിപ്പം നിൽക്കണം. അവിടെ ഒന്നും ഉണ്ടൂല. എപ്പോഴാ ബോംബ് വിട്ടുവച്ചിട്ടാണ് നിൽക്കുന്നത്, വാപ്പ എപ്പോഴാ പ്രഷർ ഇളകാച്ചിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വാപ്പാനോട് പറയില്ല. നിരന്തരമായി സംസാരിക്കണം. നമ്മൾ ഉമ്മമാരെ കുട്ടികളോട് നല്ല സംസാരിക്കണം. അവരെ ഉള്ളിങ്ങോട്ട് പുറത്തേക്ക് വരണം. അത് പോലീസിൽ ചോദ്യം ചെയ്യലല്ല, അതൊക്കെ നോർമൽ സംസാരങ്ങൾ ഇങ്ങനെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ. അതുകൊണ്ടാണ് നമ്മൾ നേരം പോലെ സംസാരിക്കൂല, സംസാരം മുഴുവൻ ചീത്ത പറയില്ല. അതുകൊണ്ട് കുട്ടി പറയും, എന്റെ വാപ്പൊരു ചൊറയെന്ന് പറയും, എന്റെ ഉമ്മ ഒരു ടറാണ്. ഇതെന്ന് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? നമ്മൾ ആകെ ചീത്തറേനെ വായുറക്കുള്ളൂ. അതുകൊണ്ട് മക്കളുടെ നാശത്തിന്റെ ഹേതു നമ്മളാകരുത്. ചില രക്ഷിതാക്കൾ സ്വാഭാവികമായി സംസാരിക്കുമ്പോ തന്നെ പറയും, ഇജൊന്നൊരു കാലത്തും നമ്മളെ ദുആ തന്നെയാണ്, ഇജൊന്നൊരു കാലത്തും അന്നെ കൊണ്ടൊന്നൊരു ഉപകാരം ഉണ്ടാവും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ പ്രാർത്ഥിക്കണ്ടേ? അല്ലാഹുവേ എന്റെ കുട്ടിനെ നന്നാക്കണേന്നാ പറയണ്ടേ. അല്ലാഹുവേ എന്റെ കുട്ടിനെ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാകണേന്നാ പ്രാർത്ഥിക്കേണ്ടത്. എന്താ ഹദീസ്? ലാ തദ്ഉ അലാ ഔലാദിക്കും, മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. കിട്ടുന്നത് പിന്നത് എവിടെ പോയാലും മാറൂല. വലാ തദ്ഉ അലാ അംവാലിക്കും, സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കരുത്. നിങ്ങൾ ഈ കച്ചവടം കാരണം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്, ഇങ്ങനെ ഇടക്കിടക്ക് പറയരുത്. വലാ തദ്ഉ അലാ അൻഫുസിക്കും, നിങ്ങൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കരുത്. ഞാനോട് തീർന്നു കിട്ടിയിട്ടുണ്ട്, ഞാനോട് പോയ എല്ലാവർക്കും സമാധാനമാകും പറയരുത്. സ്വന്തത്തിനെതിരെ പ്രാർത്ഥിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മനോഹരമായ കുടുംബജീവിതം
സ്വർഗീയമായ ആനന്ദങ്ങൾ കാണുന്ന പരലോക ജീവിതവും നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികൾക്കെല്ലാം അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. റമദാനിനെ കാത്തു നിൽക്കുന്ന നമുക്കെല്ലാം ആഫിയത്തോടെ പൂർണ്ണമായി ആരോഗ്യത്തോടെ അത് പൂർത്തീകരിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണം റഹ്മാനെ. സാലിഹീങ്ങളായ സന്താനങ്ങളെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കൺകുളിർമ അധികരിപ്പിച്ച് നൽകണമേ. അല്ലാഹുവേ ഞങ്ങളുടെ നല്ല മൊറാദുകൾ ഹാസിലാക്കി തരണമേ. ഈ ഒരു പ്രവർത്തനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും സഹായിച്ചവർക്കുമെല്ലാം വമ്പിച്ച അതിൻ്റെ ഹൈറും ബറക്കാത്തുകളും നൽകണമേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്കെല്ലാം വലിയ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യണം റഹ്മാനെ. ഈ ഇടവണ്ണയിലെ ഈ പരിസരത്ത് ഒരുപാട് മനുഷ്യരുടെ സഹായം കൊണ്ട് ജീവിച്ചു പോയ ഒരാളാണ് ഞാനൊക്കെ. തിങ്ങാനയെയും മറ്റുമൊക്കെ സഹായിച്ചവരൊക്കെ ഉണ്ടാകും. അല്ലാഹു എല്ലാവർക്കും അതിൻ്റെ ഹൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ സദുദ്ദേശ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ റബ്ബനാ തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ റബ്ബനാ ആമന്നാ فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم أجرنا من النار اللهم أدخلنا الجنة اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد والحمد لله رب العالمين.